യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. കർമ്മം എന്നുള്ളതിന് ഡെഫിനിഷനും കർമ്മം അജ്ഞാനത്തോടുകൂടെ പൊതുവെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ആഗ്രഹത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ ചെയ്യപ്പെടുമ്പോൾ ഇതൊരിക്കലും മുക്തിക്ക് കാരണമായിട്ട് തീരില്ല. വീണ്ടും വീണ്ടും സംസാരത്തില്, അതായത് ദുഃഖത്തില്, അജ്ഞാനത്തില് വീഴാനേ അത് ഹേതുവാവുകയുള്ളൂ. കർമ്മത്തിനെ ഈശ്വരാർപ്പിതമായിട്ട്, ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടെ, എന്നുവെച്ചാൽ സ്വാർത്ഥ ഇച്ഛയില്ലാതെ ചെയ്യപ്പെടുമ്പോൾ ചിത്തം ശുദ്ധമാവും, മുക്തിക്ക് വഴി തെളിയും. ഇതാണ് ആദ്യത്തെ 3 ശ്ലോകത്തിന്റെ സാരം. ആദ്യത്തെ 3 ശ്ലോകം നമുക്ക് കർമ്മമാണ് പ്രകരണം. ഇപ്പൊ ചിത്തശുദ്ധി എന്നൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഭഗവാൻ നിർത്തി. വിവേക ചൂടാമണിയില് ആചാര്യസ്വാമി പറഞ്ഞു, ഒരു സാധകൻ ചെയ്യേണ്ട കാര്യം എന്താ എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ ചിത്തം ശുദ്ധമാക്കണം. തൻ മനഃശോധനം കാര്യം പ്രയത്നേന മുമുക്ഷുണ. പ്രയത്നമൊക്കെ തന്നെ ചിത്തശുദ്ധിക്കാണ്. വിശുദ്ധേ സതി ചൈതസ്മിൻ, ചിത്തം ശുദ്ധമായി കഴിയുമ്പോ മുക്തി കരഫലായതേ. മുക്തി കരഫലം എന്ന് വെച്ചാൽ കയ്യിലിരിക്കണ നെല്ലിക്ക പോലെ മുക്തി ആത്മാവിന്റെ സ്വരൂപമാണ്. മുക്തി വേദാന്തപടി മരിച്ചു കഴിഞ്ഞ് കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ പോകലല്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ആരാണ് എന്ന് അറിയണതാണ് മുക്തി. എന്റെ സ്വരൂപം എന്താണ് എന്ന് അറിയുമ്പോ, അവിദ്യാനിവൃത്തി ഉണ്ടാവുമ്പോ, അവിദ്യ പോയി കഴിയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ് മുക്തി. നമ്മളുടെ ഇരുപ്പ് തന്നെ മുക്തി. എക്സിസ്റ്റൻസ് ഇസ് റിയലൈസേഷൻ. ഐ ഈസ് ഫ്രീഡം. ഇതൊക്കെ ഭഗവാന്റെ മഹാവാക്യങ്ങളാണ്. ഐ ആം ഈസ് ഫ്രീഡം. എക്സിസ്റ്റൻസ് ഇസ് റിയലൈസേഷൻ. ടു ബി is to be free. What is God. ഇതൊക്കെ ഭഗവാന്റെ മഹാവാക്യങ്ങളാണ്. എന്ത് ഉണ്ടോ ആ ഉള്ളത്, അസ്തിത്വം, ഇരുപ്പ്, അത് തന്നെയാണ് ഈശ്വരന്റെ സ്വരൂപം. ഇരുപ്പിന് അഭാവമേയില്ല. അതാണല്ലോ ഗീതയുടെ സാരം. ന അഭാവോ വിദ്യത്തെ സതഃ. എക്സിസ്റ്റൻസ്, ഇരുപ്പ് എന്താന്ന് വെച്ചാൽ, ഇവിടെ മുഴുവൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രം നമുക്കറിയാം, ഞാനുണ്ട് എന്നറിയാം. സംശയമേ ഇല്ല. അടുത്തുള്ളവരുണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല, പക്ഷെ ഞാനുണ്ട് എന്നറിയാം. അതില് ഞാൻ എന്നുള്ളത് പോലും ഒരു തോന്നൽ മാത്രമാണ്. ഉണ്ട് എന്നുള്ളതാണ് അനുഭവം. ഉണ്മ, അനുഭവം, എക്സിസ്റ്റൻസ്, എക്സ്പീരിയൻസ്, ഐ, ഇത് മൂന്നും ഒന്നാണ്. ഇത് അവസാനം ഉപദേശസാരത്തിൽ നമ്മൾ കാണാൻ പോണ ശ്ലോകമാണ്. ഉണ്ട് എന്നുള്ളത് ആ ഉണ്മ തന്നെ ശരീരത്തിന്റെ അല്ല, അത് മനസ്സിന്റെ അല്ല, അത് ബുദ്ധിയുടെ അല്ല, അത് അഹങ്കാരത്തിന്റെ അല്ല, അത് ബ്രഹ്മമാണ്, അത് ആത്മാവാണ്. അതിൽ ബന്ധമൊന്നുമില്ല. സുഷുപ്തിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ വാസ്തവത്തിൽ ആ ഇരുപ്പിലാണ് മനസ്സ് പോയിട്ട് നിർവിശേഷമായിട്ട് ഇരിക്കണത്. പക്ഷെ അപ്പ അറിയണില്ല. ജാഗ്രതത്തിൽ ഇരുപ്പുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണില്ല. ജാഗ്രതത്തിൽ ആ ഇരുപ്പ്, നിലനിൽപ്പ്, എക്സിസ്റ്റൻസ്. അതുകൊണ്ടാണ് വലിയ സിദ്ധന്മാരൊക്കെ ഒരു മഹാവാക്യം ഉപദേശിച്ചത് എന്താന്ന് വെച്ചാൽ ചുമ്മാ ഇരു. അത് ഗുരു അനുഗ്രഹവും ജീവൻ പരിഭാഗപ്പെടുമ്പോ
ചിലപ്പോ ആ ഇരുപ്പിനെ ശ്രദ്ധിക്കും. നിശ്ചലതത്വം, സ്റ്റിൽനെസ്, നിശ്ചലത. സത്സംഗത്തിന്റെ ഒക്കെ പ്രയോജനം അതാണ്. നിശ്ചലതത്വേ ജീവൻ മുക്തി. പതുക്കെ പതുക്കെ ഒരു ചലനത്തിനോടും സമ്പർക്കപ്പെടാതെ നിൽക്കുന്ന അകർമ്മസ്ഥിതി. ആ അകർമ്മത്തിനെ അകമയ്ക്ക് കണ്ടവനാണ് ജീവൻ മുക്തൻ. ആ അകർമ്മത്തിനെ അറിയലാണ് അനുഭൂതി എന്ന് പറയണത്. ആ ഇരുപ്പിനെ അറിയലാണ് അനുഭൂതി. ആ ഇരുപ്പാണ് ആത്മാവ്, അതാണ് ബ്രഹ്മം, അതാണ് ഭഗവാൻ, അത് അദ്വയമായ സത്താണ്. മഹാവാക്യ ശ്രവണം കൊണ്ടും വേദാന്ത വിചാരം കൊണ്ടും ധ്യാനം കൊണ്ടും ഒക്കെ ചിലപ്പോ പൂർവപുണ്യ പരിപാക ഫലമായിട്ട് ശ്രുത്യാചാര്യാത്മപ്രസാദം കൊണ്ട് പതുക്കെ ശ്രദ്ധ അതിൽ പോയി നിൽക്കും. ഉപനിഷത്തിന്റെയും ഗുരുവിന്റെയും അവസാനം ഉള്ളിലുള്ള ആത്മാവിന്റെയും അനുഗ്രഹം, 3 അനുഗ്രഹം വേണം എന്നാണ് ആചാര്യസ്വാമി പറഞ്ഞു. ഗുരു ആത്മപ്രസാദം എന്നാണ്. ഗുരുവിന്റെ കൃപ, ആത്മാവിന്റെ കൃപ. ഗുരു വെളിയിൽ നിന്ന് ഉപദേശിക്കണു, ഉള്ളിലെ ആളുള്ള ആള് മനസ്സിലാക്കണമല്ലോ അല്ലേ? ഉള്ളിലുള്ള ആള് അത് ഗ്രഹിച്ചു കഴിയുമ്പോ കേവല ചിന്മാത്രമായ സ്വരൂപത്തില് തന്റെ അഖണ്ഡമായ പരിധിയില്ലാത്തതായ ഭൂമാവില് തന്റെ മഹിമയില് പ്രതിഷ്ഠിതനായിട്ട് തീരും. നില ഉറപ്പിക്കും എന്നർത്ഥം. ആ നില ഉറപ്പിക്കല് ആണ് വേദാന്ത വിചാരത്തിന്റെ പരമലക്ഷ്യമായ മുക്തി. ഇവിടെ തന്നെ മുക്തി. ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ മുക്തിസുഖം അനുഭവിക്കുക. ആ ഒരു ഭാഗ്യം വേണ്ട വിധത്തിൽ വൈരാഗ്യവും വിവേകവും ഒക്കെ ഉള്ളവർക്ക് സിദ്ധിക്കും. ഇപ്പോ ചിത്തശുദ്ധി എന്ന് ഭഗവാൻ ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ ആരും അവരുടെ മനസ്സ് അശുദ്ധമാണെന്ന് സമ്മതിക്കില്ല. പൊതുവേ ഇവിടെ സത്സംഗത്തിന് വരണോ എന്ന് ചിലപ്പോൾ ചോദിച്ചാൽ ചിലരൊക്കെ പറയും, ഈ സത്സംഗം, ഈ ഭഗവത്ഗീത, ഇതൊന്നും നമുക്ക് പറ്റില്ല, മനസ്സ് ശുദ്ധമായിട്ടിരുന്നാൽ മതി എന്നുവെച്ചാൽ അവരുടെ മനസ്സ് ശുദ്ധമാണെന്നാണ്. ഈ മനസ്സ്, എന്റെ മനസ്സ് ശുദ്ധമാണ് എന്നുള്ള അഭിമാനമാണ് മൂലമായ അശുദ്ധം. ചിത്തശുദ്ധിയുടെ ലക്ഷണം എന്താണ് എന്ന് വെച്ചാൽ, ചിത്തപ്രസാദം ഉണ്ടാവുമ്പോ, ശുദ്ധാവുമ്പോ, ജലദോഷം ഇല്ലെങ്കിൽ മൂക്ക് ഒരു സുഗന്ധം മണക്കും അല്ലേ? അതുപോലെ ചിത്തം ശുദ്ധമായാൽ ആ ശുദ്ധമായ ചിത്തം മനസ്സിന് അപ്പുറമുള്ള ഹൃദയസ്ഥാനത്തിനെ ഒന്ന് മണക്കും. അതായത് ആത്മാവിനെ ഒന്ന് മണക്കും. വേദാന്ത വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു രുചി തോന്നും. ഇത് നമുക്ക് സാക്ഷാത്തായിട്ട് അനുഭവിക്കാൻ കഴിയുന്ന വിഷയമാണ് എന്നൊരു വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസമാണ് ശ്രദ്ധ. ശ്രദ്ധ എന്ന് വെച്ചാൽ ഒരു സാധകനിൽ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ആണത്. അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു സാധകനിൽ പരിഭാഗം വരുമ്പോ, യോഗികളൊക്കെ പറയണത്, നമുക്കിപ്പോ അവിടെ വിഷയമില്ലെങ്കിലും പറയാണ്, യോഗികൾ പറയണത് ഈ കുണ്ടലിനി ശക്തി ഹൃദയസ്ഥാനത്തിലെത്തുമ്പോഴാണ് അത്ര ശ്രദ്ധ ഉണ്ടാവുന്നത്. അപ്പോ ജീവന് ഈ വേദാന്ത വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് എനിക്കുള്ളതാണ് തോന്നും, ഇത് സാക്ഷാത്തായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റും തോന്നും. അല്ലെങ്കിൽ ഈ സത്സംഗത്തിലൊക്കെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തിയാലും കുറെ നേരം ഇരുന്നിട്ടെ, ഞാൻ ആ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഇരിക്കാം, നീ കഴിഞ്ഞിട്ട് വരുമെന്ന് പറയും ഒരാളെ കൂട്ടിക്കൊണ്ടു വന്നപ്പോ. അപ്പോഴും ഇവിടെ ഇരിക്കാൻ വയ്യാന്നാണ്. എന്തേ ഇരിക്കാൻ വയ്യാത്ത? ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഇരുന്നാലും വേണ്ടില്ല, ഇതിലിരിക്കാൻ വയ്യാന്നാണ്. കുറെ ഭാഗവതക്കാരൊക്കെ പറഞ്ഞു, ഒരു തറവാട്ടില് സപ്താഹം നടത്തണം എന്നൊരു ജ്യോതിഷി വിധിച്ചു. അപ്പോ തറവാട്ടുകാർക്കൊക്കെ വലിയ പ്രശ്നമായി. ഇപ്പൊ സപ്താഹം നടത്തണം എന്നാണ് അപ്പൊ ജ്യോതിഷി പറഞ്ഞിരിക്കണം പ്രശ്നം തീരാനായിട്ട്. അപ്പോ എല്ലാരും കൂടെ ഒരാളെ വിളിച്ച് സപ്താഹം നടത്തി. അപ്പൊ അദ്ദേഹത്തിന് ആ തിരുമേനി വന്ന് സപ്താഹമൊക്കെ ചെയ്തു. പക്ഷെ എന്താന്ന് വെച്ചാൽ കേൾക്കാൻ ആരുമില്ല.
അദ്ദേഹം വരും, ഭാഗവതം വായിക്കും. അവസാന ദിവസം അവരാരെങ്കിലും ദക്ഷിണയൊക്കെ കൊടുക്കും. അദ്ദേഹം ഒന്ന് വാങ്ങിച്ചു പോയി. അടുത്ത വർഷവും എത്രയോ വർഷം നടത്തണം എന്നാണ് വിളിച്ചപ്പോ ഈ തിരുമേനി വരുമ്പോ പറഞ്ഞു, കാര്യമൊക്കെ ശരി, നിങ്ങൾ സപ്താഹം കേൾക്കാൻ ഇരുന്നാലേ ഞാൻ ഭാഗവതം പറയാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് വീട്ടിലുള്ളവരെ കൂടെ മീറ്റിംഗ് കൂടി. 4 ബ്രദേഴ്സാണ്. ഒരാൾ പറഞ്ഞു ഞാൻ പണമൊക്കെ തരാം. വേറെ ഒരാൾ പറഞ്ഞു ഞാൻ ചാപ്പാടിന് വേണ്ടതൊക്കെ ഏർപ്പാടാക്കാം, ഈ തിരുമേനിയെ കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്യാമെന്നുണ്ട്. 4 ആളും ഓരോന്ന് ഏറ്റിട്ട് പറഞ്ഞു കേൾക്കാനിരിക്കാൻ മാത്രം, കേൾക്കാൻ നമ്മ കൊണ്ട് വയ്യാ. ശ്രവണമയാപി ബഹുഭിർയോ ന ലഭ്യ. ഉപനിഷത്ത് പറയണത് ഈ ആത്മാ എന്നുള്ള പദം പോലും കേൾക്കാൻ പോലും ആയിരക്കണക്കിന് ആളുകളിൽ പലർക്കും ലഭ്യമല്ല എന്നാണ്. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യ. ശൃണ്വന്തോപി, പരിഭാഗമില്ലാത്തവർ ഇത് കേട്ടാലും ന വിദ്യുഹു, കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയണു, ഒന്നും മനസ്സിലാവില്ല. ആശ്ചര്യോ വക്ത, ഈ തത്വം അറിഞ്ഞ് പറയണവൻ ആശ്ചര്യം. കുശലോസ്യ ലബ്ധ, ഇതിനെ ആ ഗുരുവിന്റെ അടുത്തുനിന്ന് കേട്ട് അത് മനസ്സിലാക്കണ ഒരു കുശലനുണ്ടല്ലോ, അവൻ അത്ഭുതം. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ, ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. നോക്കൂ, ആദ്യം പറഞ്ഞു ഗുരു ആശ്ചര്യം, ശിഷ്യൻ കുശലൻ. രണ്ടാമത് പറഞ്ഞു ശിഷ്യൻ ആശ്ചര്യം, ഗുരു കുശലൻ. രണ്ടുപേർക്കും കൗശലവും ആശ്ചര്യവും വേണമെന്നർത്ഥം. എന്താ കൗശലം എന്ന് വെച്ചാൽ ശിഷ്യന്റെ മനസ്സിലൂടെ ഹൃദയത്തിലേക്ക് ഈ വിദ്യ കടത്താതെ നേരെ ഹൃദയസ്ഥാനത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഗുരുവിനൊരു ചമത്കാരമാണ്. ശിഷ്യനൊരു ചമത്കാരം എന്താന്ന് വെച്ചാൽ മനസ്സ് എന്ന് പറയുന്ന ആ കുപ്പപാത്രം നീക്കി വെച്ചിട്ട് ഈ വസ്തുവിനെ നേരിട്ട് ഹൃദയസ്ഥാനത്തിലേക്ക് എടുക്കാനുള്ള കൗശലം വേണം. ഇത് രണ്ടും കൂടെ ചേരാനാണ് പഴയ കാലത്ത് പറയുന്നത്. കുറെ കാലം ഈ ഗുരുകുലത്തിൽ ഇങ്ങനെ ഇരിക്കുക, കേട്ടുകൊണ്ടേ ഇരിക്കുക. കുറെ കഴിയും എന്നെങ്കിലും ഒരു ശുഭമുഹൂർത്തത്തിൽ രണ്ടും കൂടെ അങ്ങോട്ട് കലാശിക്കും. അപ്പൊ ശരിയായിക്കോണം. അപ്പോ അത് എപ്പോഴാ കലാശിക്കണത്? ചിത്തശുദ്ധി വരുമ്പോ. ചിത്തശുദ്ധി എങ്ങനെ വരും? കർമ്മപരിഭാഗം കൊണ്ട്. കാരണം അശുദ്ധി എന്ന് പറയുന്നത് ഈ ഫലാണ്. ഈ ഫലത്തിലുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അതാണ് അശുദ്ധി. ഇന്നലെ ഒരു ഉദാഹരണം പറയുമ്പോൾ എനിക്ക് തോന്നി, ഈ എയർ കൂളറിന് പുണ്യം പാപമൊന്നുമില്ല. ഒരാള് ഭക്തിയോടെ വന്ന് ഒരു വിശറി എടുത്തുകൊണ്ടുവന്ന് വീശിക്കൊണ്ടിരുന്നാൽ പഴയ കാലത്ത് ചെയ്യണ പോലെ അയാളുടെ ഭക്തി അയാൾക്ക് ഫലമാണ്, പുണ്യഫലം. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രയോജനമാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ഒരാൾക്ക് കൂലി കൊടുത്തിട്ട് അയാളെ വീശാൻ പറഞ്ഞാൽ അയാളും ചെയ്യും. പക്ഷെ അയാളുടെ പ്രയോജനം എന്താ? അയാളുടെ ഫലം ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. അയാൾക്ക് അത് പുണ്യവുമില്ല പാപവുമില്ല, അയാൾക്ക് ബന്ധമാണ് ഫലം. അയാൾക്ക് ആ കർമ്മത്തിൽ സുഖമൊന്നുമില്ല അല്ലേ? ഇനിയിപ്പോ അയാളത് പ്രാക്ടീസ് ചെയ്തെടുത്താൽ ഒരുപക്ഷെ എയർ കൂളർ പോലെ തന്നെ ആയിത്തീരും അയാളും. നമ്മളുടെ പണി ചെയ്തോണ്ട് അതില് ഭാവന ഇല്ല, ഭക്തിയില്ല, ഈശ്വരഭാവം തന്റെ ഉള്ളിലുമില്ല. ആർക്ക് സേവ ചെയ്യണോ അയാളിലും ഈശ്വരഭാവമൊന്നുമില്ല അല്ലേ? അപ്പോ ഈശ്വരാർപ്പിതം എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് കപില ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു, സർവഭൂതങ്ങളിലും അന്തര്യാമിയായിട്ട് ഭഗവാൻ ഇരിക്കണു എന്നറിഞ്ഞും കൊണ്ട് ചെയ്താലേ ഈശ്വരാർപ്പിതാവുള്ളൂ. അല്ലെങ്കിൽ ആ പണി ഒരു പനിയായിട്ട് തീരും. അതൊരു രോഗം. കഴിഞ്ഞു, സുഖം എവിടെയാ? കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുമല്ലോ അതില്. അപ്പൊ ഈശ്വരാർപ്പിതമായിട്ട് എപ്പോ കർമ്മം തീരും? ഈശ്വരനെ അറിയണമല്ലോ, ഈശ്വരൻ എന്താണ്. അപ്പൊ ഇതിന് പുറകിൽ അറിവ് വേണം. അന്തര്യാമിയായി എന്റെ ഉള്ളിൽ ഭഗവാനുണ്ട്, സർവഭൂതങ്ങളുടെ ഉള്ളിലും ഭഗവാനുണ്ട്.
അങ്ങനെ സർവഭൂതാന്തര്യാമിയായ ഈശ്വരനെ സമ്മതിച്ചും കൊണ്ട് ആ ഈശ്വരനാണ് നമ്മൾ സേവ ചെയ്യണത് എന്ന് അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ ഈശ്വരാർപ്പിതം. അപ്പോ ഒരു ഭാവം വരണ്ടല്ലോ, അതിനാണ് നമ്മൾ കരുണ എന്ന് പറയണത്. കരുണ എന്ന് വെച്ചാൽ ഒരു പിച്ചക്കാരന് 2 രൂപ കൊടുക്കണതല്ല. ആ ജീവന് തോന്നും ഈ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കരുണയാണെന്ന് തോന്നും. ജ്ഞാനിക്ക് അത് സ്പോണ്ടേനിയസ് ആണ്. സ്വാർത്ഥതയില്ലാതെ നിശ്ശേഷമില്ലാതായിട്ട് തീരുമ്പോഴാണ് ഹൃദയത്തിൽ നിന്നും ആ എക്സ്പ്രഷൻ വരുന്നത്. രമണ ഭഗവാൻ മലയിലിരിക്കുമ്പോൾ, സ്കന്ധാശ്രമത്തിലിരിക്കുമ്പോൾ അമ്മ കൂടെ വന്ന് താമസിക്കുന്നുണ്ട്. മഹർഷിയുടെ അമ്മ കൂടെ വന്ന് അവസാന കാലത്തില് തന്റെ പുത്രനെ ഗുരുവായി കരുതി മകനിൽ നിന്നും ആത്മോപദേശം വാങ്ങിച്ച് പൂർണ്ണ യോഗസ്ഥിതിയിൽ സാക്ഷാത്കാരത്തിൽ ആ അമ്മ ശരീരോപേക്ഷിച്ചു. അപ്പൊ അമ്മ ബ്രാഹ്മണ കുലത്തിലെ നല്ല ആചാരത്തോടുകൂടി ഓർത്തഡോക്സ് ആയിട്ട് വളർന്നവരാണ്. അതുകൊണ്ട് അവർ വിധവയായ ശേഷവും ഒരുപാട് ആചാരങ്ങൾ അവർക്കുണ്ടായിരുന്നു. പൊതുവെ പഴയ കാലത്തിൽ വിധവയായി കഴിഞ്ഞാൽ തല മൊട്ടയടിക്കും. തമിഴ് ബ്രാഹ്മണരുടെ ഇടയിൽ സന്യാസമാണ് അത് ശരിക്കും. പക്ഷെ പുറമേക്ക് പോയി സ്ത്രീകൾ സന്യാസം എടുക്കരുതെന്നുള്ള മട്ടില് വീട്ടിൽ തന്നെ അതിനൊരു പ്രത്യേക കർമ്മം ചെയ്ത് തല മുണ്ടനം ചെയ്ത് കാഷായം ധരിച്ച് ജപവും ധ്യാനവും തപസ്സും ഒക്കെ ആയിട്ടിരിക്കും. അതിലും ആരും ഭക്ഷിച്ചു കഴിഞ്ഞ ഭക്ഷണം കഴിക്കില്ല. അങ്ങനത്തെ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് അരുണാചലത്തിൽ വന്നിട്ടും വേറെ ആരെങ്കിലുമൊക്കെ ഭക്ഷിച്ച ആ ഭക്ഷണം കഴിക്കില്ല. തനിക്ക് സെപ്പറേറ്റ് ആയിട്ട് പാചകം ചെയ്ത്, അത് അധ്യാത്മമായിട്ട് സാധനയ്ക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് സ്വയം പാകം എന്ന് പറയുന്നത്. ഈ ഭക്ഷണത്തിലാണ് മനസ്സ് നിൽക്കുന്നതേ. അത് വേറെ വിഷയമാണ് നമുക്ക്, എങ്കിലും പറയാം. അതുകൊണ്ട് അതൊക്കെ ഋഷികൾ ചിലതൊക്കെ വിധിച്ചു. ആഹാരശുദ്ധൗ സത്വശുദ്ധി. അപ്പൊ ഇവരതൊക്കെ നോക്കി ചെയ്തിരുന്നു. പക്ഷെ അത് കുറെ കൂടുതലാവും. വേറെ ആരെങ്കിലും കഴിച്ചാൽ പിന്നെ കഴിക്കില്ല. പിന്നെ ജാതി മതമൊക്കെ നമുക്ക് സഹജമായിട്ടുണ്ടല്ലോ. അപ്പോ മലയിൽ പുല്ല് ചെത്താൻ വരുന്ന കുറെ സ്ത്രീകളുണ്ട്. വസ്ത്രം പോലും ഉണ്ടാവില്ല അവർക്ക്. അവരൊക്കെ നല്ല വെയില്, നമുക്ക് ഇവിടെ തന്നെ ഭയങ്കര വെയില്. തിരുവണ്ണാമലയിൽ ഈ ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ നല്ല അഗ്നി പോലെ ഉണ്ടാവും. മലയിൽ ഇപ്പൊ നോക്കിയാൽ അരുണാചലം മുഴുവൻ കാടാണ്. പക്ഷേ ഒരു 25 വർഷം മുമ്പ് ഒരു പുല്ല് പോലും കാണുക അപൂർവ. ഇപ്പൊ റീഫോറസ്റ്റേഷൻ ചെയ്ത് ഒരുപാട് വലിയ കാടായി. അത് ഒരു പക്ഷേ വിരോധം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കാട് പോയി നാടായി. അവിടെ ഒരു സ്ഥലത്ത് മാത്രമേ മല കാടാക്കി മാറ്റിയവർ കുറെ പേര് ചെയ്തിട്ട്. അപ്പോ ആ മലയിൽ ഈ കിട്ടുന്ന അപൂർവം പുല്ല് മുറിക്കാനായിട്ട് അവർ വരും. ഒരു പുല്ല് മുറിച്ചിട്ട് വിശന്നുകൊണ്ട് സ്കന്ധാശ്രമത്തിൽ വന്ന് സ്വാമി തണ്ണി കൂടുങ്ങോ സ്വാമി എന്ന് വന്ന് വരും വെള്ളം കുടിക്കാനായിട്ട്. മഹർഷിക്ക് ഇവർ വരുന്നറിയാം. കഞ്ഞി ഉണ്ടാക്കിയിട്ട് അതിൽ ഇത്തിരി ജീരകമൊക്കെ ഇട്ട് ഒക്കെ ഇവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ കൈ കുമ്പിൾ, അവർക്കും അവിടെ പാത്രവും ഒന്നുമില്ല മലയില്. അത് അവരുടെ കൈ കുമ്പിളിൽ ഇട്ട് കൊടുത്തിട്ട് അവർ പറയും സ്വാമി ഇത്തിരി മുതുകത്ത് വെള്ളം ഒഴിക്കുമെന്ന് പറയും. വെള്ളമൊന്നും കിട്ടില്ല. ഇത് അവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഇവർക്ക് ഭഗവാൻ മഹർഷിയെ ഒരു പുരുഷനാണെന്നോ ഇവര് സ്ത്രീയാണെന്നോ യാതൊരു തോന്നലും തോന്നില്ല. മഹർഷി അവർക്ക് നിന്നിട്ട് ഇവരുടെ മുതുകത്തൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഒരിക്കലും ഇവരൊരു 5-6 പേര് വന്നിട്ട് സ്വാമി ഭക്ഷിക്കരുത് സ്വാമി വിശക്കണം. അപ്പൊ അവിടെ ഒന്നും ഭക്ഷണമില്ല. അപ്പൊ അമ്മ അകത്ത് പാചകം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഒരു കുഞ്ഞുസ്വാമിയെ വിളിച്ച് ഭഗവാൻ പറഞ്ഞു അകത്ത് പോയിട്ട് അമ്മയുടെ അടുത്ത്, അമ്മ പാചകം ചെയ്തിട്ടുണ്ടാവും, ഇവർക്ക് വിശക്കണമെന്ന് പറഞ്ഞു, ആ ഭക്ഷണം എടുത്തോണ്ട് വരും. അപ്പൊ കുഞ്ചുസ്വാമി അകത്ത് പോയിട്ടിതാ ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞു സ്ത്രീകളൊക്കെ വന്നിരിക്കണു, പുല്ലറക്കണവരൊക്കെ വന്നിരിക്കണു, വിശക്കണു അത്രേ, ഭഗവാൻ ഈ ഭക്ഷണം എടുത്തോണ്ട് വരാൻ. ഞാൻ കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അമ്മയ്ക്ക് കൊടുക്കാൻ വിഷമുണ്ടായിട്ടല്ല,
പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ പിന്നെ ആദ്യ പാചകം ചെയ്യും. അപ്പൊ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ചുസ്വാമിക്ക് അറിയാം ഈ വിഷമം. അമ്മ ആദ്യം കുളിച്ച് വയസ്സുകാലത്ത് പിന്നെയും ആചാരത്തിന് വേണ്ടി തുടങ്ങും. അപ്പൊ ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ കഴിച്ചിട്ടില്ല. ഓ ശേഷം, അതിന് ശേഷം എന്നാണ് പറയാ. ശേഷം പാക്കറാണോ, ഞാൻ വിളിച്ചു എന്ന് പറയുമെന്നു. അമ്മ വന്നു. ഇവർക്കൊക്കെ വിശക്കണം ഇത്രേ, ഉള്ളിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം കൊണ്ട് കൊടുക്കാം. അപ്പൊ അമ്മ അവിടെ കുറച്ച് ഒരു തയക്കത്തോടെ നിന്നു. ഇവരൊക്കെ ആരാണറിയോ, ഇവള യാര് തരുമാ. അമ്മ വളരെ ശുദ്ധമായ സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. അമ്മ ഭഗവാൻ കാണിക്കണമെന്നു സാക്ഷാത് അരുണാചല സ്വരൂപം. അരുണാചല സ്വരൂപം. അടുത്ത ക്ഷണം അമ്മ ഉള്ളിൽ പോയി എല്ലാം എടുത്തുകൊണ്ട് വന്നു, ഇരുത്തി വിളമ്പി കൊടുത്തു. അമ്മയുടെ ആ പ്രതിബന്ധവും നീങ്ങുകയും ചെയ്തു. പ്രതിബന്ധം നീങ്ങിയത് സാധാരണ വാക്കുകൊണ്ടല്ല, അന്തര്യാമിയായ ഭഗവാനെ കാണിച്ച്. കാരണം ഈ ഭേദബുദ്ധിയെ ശരീരതലത്തിൽ ഇല്ലാതാക്കാനേ പറ്റില്ല. ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ചാൽ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കും. ശരീരതലത്തിൽ ജാതി മതം ഇല്ലാന്ന് പറഞ്ഞാൽ പണക്കാരൻ ദരിദ്രൻ എന്നാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും, അല്ലെങ്കിൽ കറുത്തവൻ വെളുത്തവൻ എന്നാവും, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആള് തമിഴ്നാട്ടിലുള്ള ആളെന്നാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഉള്ളിൽ അന്തര്യാമിയായ വസ്തുവിനെ കാണിച്ചു കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് ട്രേസ് പോയി. കൊണ്ടുവന്നു, ഇരുത്തി കൊടുത്തു. ആ കൊടുക്കുമ്പോൾ ഉള്ള ഭാവം ഉണ്ടല്ലോ, അത് ബാഹ്യമായിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ചെയ്താൽ വരില്ല. ഈശ്വരാർപ്പിതം. അപ്പോ തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്ന് ഒരു ഭാവം ഉണ്ടാവില്ല. ഇച്ഛയാകൃതം. എന്തെങ്കിലുമൊക്കെ തനിക്ക് പേര് കിട്ടണമെന്നോ, സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു ദാനം കൊടുത്തു കഴിഞ്ഞാൽ പത്രത്തിൽ ഉടനെ, ആശ്രമങ്ങളിലടക്കം അതാണ് ചെയ്യണത്. കൊടുക്കുമ്പോ ഫോട്ടോ എടുത്തോളൂ എന്ന് പറയും. ഫോട്ടോഗ്രാഫർ പറഞ്ഞു, സ്വാമി കൊടുക്കുമ്പോ വന്നിട്ടില്ല കേട്ടോ എന്ന് തിരിച്ച് വാങ്ങിച്ചിട്ട് പിന്നെയും ഫോട്ടോ എടുത്തു. അല്ലേ? അഥമാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്ര്യാഭിന്നേന ചക്ഷുഷ. ഈ വിഷയം ഇനി അടുത്ത ശ്ലോകത്തിൽ വരുന്നുണ്ട്. എങ്കിലും പറയാ, ഈശ്വരനെ അർപ്പണം ചെയ്ത് കർമ്മം ചെയ്യാണ്. ഭാഗവതത്തിൽ പറയണു അത് 3 വിധത്തില്. ഒന്ന്, ഞാൻ കർത്താവല്ല, ഭഗവാനാണ് ചെയ്യണത്, ആദ്യത്തെ. 2, ഈ ദ്രവ്യം എന്റെ അല്ല, ഞാൻ കൊടുക്കുന്ന ദ്രവ്യം ഉണ്ടല്ലോ ഇത് എന്റെ അല്ല, ഭഗവാന്റെ ആണ്. എന്റെ ഒന്നുമല്ല, എന്റെ സാധനം ഞാൻ കൊടുക്കണമെങ്കിലല്ലേ അഭിമാനിക്കാനുള്ളൂ. ഇത് എന്റെ ഒന്നുമല്ല, ഇത് ഭഗവാന്റെ ആണ്. 3, ഇത് സ്വീകരിക്കുന്ന ആളുണ്ടല്ലോ, ഭഗവാനാണ്. സോ ഭഗവാന്റെ വസ്തു ഞാൻ ഭഗവാൻ കൊടുക്കണമെന്നല്ലാതെ ഞാൻ ഒരാളൊന്നും ഇവിടെ നടുവിൽ ഒരു സാധനമല്ല. അത് കൊടുക്കണ ആർക്ക് അത് അധികാരമുണ്ടോ അയാളാണ് എടുക്കണത്. സ്വാമി രാംദാസിന്റെ ഒരു കഥയുണ്ട്. സ്വാമി രാംദാസ് പരിവരാജകനായിട്ട് നടക്കുമ്പോൾ ആദ്യത്തെ വർഷം സാധകസ്ഥിതിയിൽ, പലപ്പോഴും സാധകസ്ഥിതിയിൽ ഈ ഭാവമൊക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടിരിക്കും. സിദ്ധന്മാർ ചിലപ്പോൾ കുറച്ചൊന്ന് അയഞ്ഞു പോകും. നേടേണ്ടത് ചിലപ്പോൾ നേടിക്കഴിഞ്ഞാൽ വ്യവഹാര പ്രാരബ്ധ മണ്ഡലത്തിലേക്ക് ചിലപ്പോൾ വന്നുപോകും. അതുകൊണ്ടാണ് പലപ്പോഴും സാധകന്മാരെ കാണുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ ഭാവം ഉണ്ടാവുക. സിദ്ധന്മാർ ചിലപ്പോൾ സർവ്വസാധാരണമായി കളയും, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനേ പറ്റില്ല, സാധാരണ ആളുകളെ പോലെ ആയിക്കളയും. യഥാസ്യാത് തഥാസ്യാത്. പുറമേക്ക് കണ്ടാൽ ഒന്നും അറിയില്ല. നല്ല തീവ്ര സാധകസ്ഥിതിയിൽ ഒരാളെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അയാളിൽ വൈരാഗ്യം വിവേകം ഒക്കെ പ്രബലമായിരിക്കും. പക്ഷെ ഈ വൈരാഗ്യം മുതലായിട്ടുള്ള വികാരങ്ങളൊക്കെ പോലെ സിദ്ധനിൽ ചിലപ്പോൾ നിന്നുപോകും. എന്താണെന്ന് വെച്ചാൽ ആവശ്യം കഴിഞ്ഞു. സ്വരൂപസ്ഥിതിയിൽ അല്ല, ആത്മസ്ഥിതിയിൽ ഇരുന്നു കൊണ്ടാണ് സിദ്ധന്റെ പ്രവൃത്തി. പൂർവ്വ സാധനാകാലത്തിൽ അനുഷ്ഠിച്ച വൈരാഗ്യാദി സാധനകളൊക്കെ ഒരു അലങ്കാരം പോലെ സിദ്ധനിൽ നിൽക്കും. അപ്പൊ സ്വാമി രാമദാസിന്റെ ഞാൻ പറയണത് ഈ പൂർവ്വ ചരിത്രത്തിലുള്ളത് പിന്നീട് അങ്ങനെ കാണാൻ പറ്റിയെന്നല്ല. അദ്ദേഹം അങ്ങനെ പരിവരാജകനായിട്ട് നടക്കുമ്പോ ഒരു ഭക്തന്റെ വീട്ടില് വളരെ ഭക്തിയോടെ സ്വാമിയെ വിളിച്ചിരുത്തി ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചു. അവരുടെ വീട്ടിൽ തന്നെയുള്ള ഔട്ട് ഹൗസ്,
അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. സ്വാമി രാവും പകലും രാമനാമം ജപിച്ചുകൊണ്ട് ശ്രീരാമ ജയ രാമ ജയ ജയ രാമ, ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ജപിച്ചുകൊണ്ടേയിരുന്നു. രാത്രി വാതിലൊന്നും അടക്കില്ല. എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഇങ്ങനെ നടക്കും, എവിടെയെങ്കിലും പോകും, വരും, ഉള്ളിൽ കയറും. അവരൊന്നും കെയറേ ചെയ്തില്ലേ ഉള്ളൂ. നല്ല വിലപ്പെട്ട സാധനങ്ങളൊക്കെ റൂമിലുണ്ടായിരുന്നു. പകലും സത്സംഗത്തിന് പലരും വരും പോകും. ആരോ എന്തോ കണ്ടുവെച്ചെന്ന് തോന്നുന്നു. ഒരു ദിവസം രാത്രി ഒരാൾ വന്നു. സ്വാമി ഇങ്ങനെ ഇരുന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വളരെ മുരടനായിട്ട് ഒരാൾ ഉള്ളിലേക്ക് കയറി വന്നു. അയാളെ കണ്ടതും സ്വാമി എഴുന്നേറ്റ് നിന്ന് രാമൻ വന്നിരിക്കുന്നു. അയാൾക്ക് മനസ്സിലായില്ലേ സ്വാമിക്ക് എന്തോ കുഴപ്പമുണ്ടാവും. അയാൾ വന്ന് സ്വാമിയുടെ കൂടെ കുറെ നേരം ഇരുന്നു, ചുറ്റുമൊക്കെ ഒന്ന് നോക്കി മുറിയില്. എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കാൻ പോവാണെന്ന്. ഇത് നിങ്ങളുടെ സ്ഥലമാണ്. അയാൾ കൂടെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, നോക്കൂ എനിക്ക് ഉടുക്കാൻ വസ്ത്രമില്ല. സ്വാമി ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രമേ അവിടെ ഉള്ളൂ, അത് അഴിച്ചു കൊടുത്തു. കോണകം മാത്രമേ ഉള്ളൂ, ഇപ്പം കൗപീനം മാത്രം. അത് കഴിഞ്ഞ് പിന്നെ കിടന്നു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാൾ പതുക്കെ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് ആ റൂമിലുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് സ്വാമി നോക്കുന്നുണ്ട്. സ്വാമി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണുന്നു പുറകെ ആരോ നിൽക്കുന്നുണ്ട്. നോക്കുമ്പോ സ്വാമി എഴുന്നേറ്റ് വന്ന് കൂടെ നിന്ന് ഓരോന്നായി എടുത്തെടുത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് ബെഡ്ഷീറ്റ്. ഇത് നോക്കണം, ഇത് സ്വാമിയുടെ ആശ്രമമൊന്നുമല്ല, വേറെ ആരോ ഒരു ഭക്തന്റെ വീടാണ്. ഓരോ സാധനമായിട്ട് എടുത്ത് ഈ ബെഡ്ഷീറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് കെട്ടി. ഇയാൾക്ക് തോന്നി ഈ സ്വാമിക്ക് കുഴപ്പമുണ്ടെന്ന്. സ്വാമിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ കണ്ണട തരുമോ? കണ്ണടയും കൊടുത്തു. അതെന്തിനാണ്? പോകുമ്പോൾ ഒരു റാന്തൽ വിളക്ക്, ഇരുട്ടാണ്, ഇത് എടുത്തോളൂ എന്നും കൊടുത്തു. അതും കൊടുത്ത് അയാൾ പോയി. സ്വാമിയുടെ ഭാവം, രാമൻ എന്റെ ഉള്ളില് സ്വത്ത് ഏതെങ്കിലും എന്റെ ആണെന്നോ മറ്റുള്ളവരുടെ ആണെന്നോ എന്തെങ്കിലുമൊക്കെ ഭാവം ഉണ്ടോ നോക്കുകയാണ്. രാമൻ എന്നെ പരീക്ഷിക്കാനായിട്ട് വന്നിരിക്കുകയാണെന്നാണ് ഭാവം. അതുകൊണ്ട് ഇയാൾ പോയതോടുകൂടെ സ്വാമി എങ്ങനെ സമാധി സ്ഥിതിയിൽ, അതിന്റെ ഇമ്പാക്റ്റാണ് അത് പോയോ. രാവിലെ ഈ റാവു, ഈ വീട്ടിന്റെ ഓണർ, അദ്ദേഹം വന്നു. ഉമാശങ്കർ റാവു എന്തോ പേര് അദ്ദേഹത്തിന്റെ. അദ്ദേഹം വന്നു. റൂമൊക്കെ ക്ലീൻ ആയിട്ടിരിക്കണു, സ്വാമിയും ക്ലീൻ ആയിട്ടിരിക്കണു, ഒന്നുമില്ല, റൂമിലൊന്നുമില്ല. അദ്ദേഹം ചോദിച്ചു, സ്വാമിജി റൂമിലുള്ളതൊക്കെ അവിടെ എല്ലാം രാമൻ വന്ന് കൊണ്ടുപോയി. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു, അതുകൊണ്ട് മനസ്സിലാക്കി. യസ്യ ന സ്വഹ പറയിതി വിത്തേഷു ആത്മനിവാഭിത സർവഭൂത സമശാന്തഃ സവൈ ഭാഗവതോത്തമ. ഭാഗവതത്തിലുള്ള ശ്ലോകമാണ്. തന്റെ എന്നോ മറ്റുള്ളവരുടെ ഒന്നുമില്ലേ. യസ്യ ന സ്വഹ പറയിതി വിത്തേഷു ആത്മനിവാഭിത. ധനത്തിലോ തന്റെ ശരീരത്തിലോ ഒന്നിലും അഭിമാനമില്ല. അങ്ങനെ ഒരു സ്ഥിതി വെച്ചുകൊണ്ട് സ്വാമി ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ ചോദിച്ചാണ്. പറ്റില്ല. നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഇത് അവ്യവഹാര്യമായ സ്ഥിതിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സാധകസ്ഥിതിയിൽ കുറച്ചു കാലത്തേക്ക് ഇത് നിൽക്കും, സിദ്ധസ്ഥിതിയിൽ നിൽക്കില്ല. ചിലപ്പോൾ സിദ്ധസ്ഥിതിയിൽ നിന്നാൽ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളെ പോലെ ഭഗവാനെ പോലെ പൂർണ്ണമായി തീരും. അധിക ആളുകളും അതിന് യു വിൽ നോട്ട് ഓപ്റ്റ് ടു ഇറ്റ്. അങ്ങനെ വ്യവഹരിക്കാൻ കൊള്ളാതെ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥ വേണ്ടാതെ നമ്മൾ വെക്കും. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ സാധകസ്ഥിതിയില് ഈ ഒരു സ്ഥിതി വരും. ഒന്നും തൻ്റെതില്ല, ഒന്നിനോടും മമതയില്ല, പരിഗ്രഹമേ ഇല്ലാത്ത സ്ഥിതി. അപ്പോ അങ്ങനെയുള്ള ഈശ്വരനെ സർവഭൂതങ്ങളിലും കാണുമ്പോ സ്വയമേവ കർമ്മം ഒക്കെ അർപ്പിതമായിട്ട് തീരും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവം ഉണ്ടാവില്ല. വലിയ വലിയ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ് നടന്നിരിക്കുന്നത്. ഗാന്ധിജി പറയണു, ഈ ഫ്രീഡം മൂവ്മെന്റ് മുഴുവൻ ആ ഒരു സമാധി, ശരിക്കും ഈ ഈശ്വരാർപ്പിതം എന്ന് പറയുന്നത് സമാധിയാണ്, ശരണാഗതിയാണ്.
ആ സ്റ്റേറ്റിലാണ് കാര്യം നടക്കുന്നത്. ഗാന്ധിജി പറഞ്ഞു ഓരോ തീരുമാനവും ആ സോഴ്സിൽ നിന്നാണ് വരിക. അതിനാണ് തപസ് മുഴുവനും. ദണ്ഡി മാർച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചതേ എനിക്കറിയുള്ളൂ, പിന്നൊന്നും എനിക്കറിയില്ല എന്നാണ്. യോഗസ്ഥഃ കുരു കർമാണി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞുവല്ലോ. ആ യോഗസ്ഥിതിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുകൊണ്ട് ഇത്രയും കർമ്മം ചെയ്തതുകൊണ്ടാണ് ക്ഷീണിച്ചില്ല, തളർന്നില്ല. ബാക്കി പല ആളുകൾക്കും വിഷമുണ്ടായി നല്ലത്, താൻ വിഷമിച്ചേ ഇല്ല. ബ്രിട്ടീഷുകാർക്ക് താൻ പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു, താൻ ഒരു വിധത്തിലും ബാധിക്കപ്പെട്ടില്ല. ഗാന്ധിജി പോലും ഒരു സാധകസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. സിദ്ധസ്ഥിതിയിലാണെന്ന് പറയാൻ വയ്യ. അപ്പോ ഇതാണ് 3 കർമ്മം. ഈ കർമ്മത്തിന്റെ 3 സ്ഥിതി പറഞ്ഞിട്ട്, അപ്പൊ ഈശ്വരാർപ്പിതം അങ്ങനെ ചിത്തശുദ്ധി വരുമ്പോ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് വെച്ചാൽ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ് എന്നൊരു വിശ്വാസം വരും. ചിത്തശുദ്ധി വരുമ്പോ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ശോധകം മുക്തിസാധകം. മുക്തിസാധകം, സാധകം എന്ന് വെച്ചാൽ മുക്തിക്ക് മുമ്പുള്ള ചിത്തശുദ്ധി വന്ന ഉപാസന മനസ്സിനെ അന്തർമുഖമാക്കുന്ന സാധനകളെയൊക്കെ പ്രകാശിപ്പിക്കും. അപ്പോഴാണ് നമ്മൾ സാധകനായിട്ട് തീരുന്നത്, ഉപാസകനായിട്ട് തീരുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു സാധന ചെയ്തു തുടങ്ങും ഈ ജീവൻ. എന്താണെന്ന് പറയാൻ വയ്യ. ഓരോ ജീവന്റെയും സംസ്കാരത്തിനനുസരിച്ച് ചിത്തശുദ്ധി വരുമ്പോ എന്തെങ്കിലും ഒരു സാധന ചെയ്യണം. ചിലപ്പോ അവർക്കായിട്ട് ഉള്ളുന്ന എന്തെങ്കിലുമൊക്കെ തുറന്നു കിട്ടും. ഈ സാധനകൾ എന്തൊക്കെ വിധത്തിലുണ്ട് എന്നാണ് ഭഗവാൻ പറയണത്. നോക്കാം. കായവാങ്മന കാര്യമുത്തമം പൂജനം ജപ ചിന്തനം ക്രമാത്. കായവാങ്മന കാര്യമുത്തമം പൂജനം ജപ ചിന്തനം ക്രമാത്. കായ വാങ് മനഃ കാര്യം ഉത്തമം പൂജനം ജപഃ ചിന്തനം ക്രമാത്. കായികം വാചികം മാനസികം എന്നു കർമ്മങ്ങൾ 3 തരത്തിലത്രേ. ആയവ പൂജ ജപം ധ്യാനം ഈ ക്രമത്താം ആ 3ഉം ഒന്നിലൊന്ന് ഏറ്റം ഓർത്താൽ. കായികം വാചികം മാനസികം എന്നു കർമ്മങ്ങൾ 3 തരത്തിലത്രേ. ആയവ പൂജ ജപം ധ്യാനം ഈ ക്രമത്ത് ആ 3ഉം ഒന്നിൽ ഒന്ന് ഏറ്റം ഓർത്താൽ. ശരീരം കൊണ്ടുള്ള സാധന, വാക്കുകൊണ്ടുള്ള സാധന, മനസ്സുകൊണ്ടുള്ള സാധന. ഭഗവാൻ ഗീതയിലും ശാരീരം വാചികം മാനസം എന്ന് തപസ് 3 വിധത്തിൽ പറഞ്ഞു. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച്ച ശാരീരം തപ ഉച്യത്തെ. അനുദ്വേഗകരം വാക്യം സത്യം പ്രേഹിതം ചെയ്ത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യത്തെ. മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേത തപോ മാനസമുച്യത്തെ എന്ന് ഭഗവാനും ഗീതയില് ഈ 3 വിധത്തിലുള്ള തപസ്സും പറഞ്ഞു. ഫിസിക്കൽ, വെർബൽ ഓർ വോക്കൽ ആൻഡ് മെന്റൽ. ഇത് 3ഉം ഭഗവാനോട് പറയാണ്. കായ വാങ് മനഃകാര്യം. വാക്ക് എന്ന് വെച്ചാൽ ഇന്ദ്രിയം എന്നും എടുക്കാം. ഇപ്പോ ഈ 3ഉം ഒന്നിനേക്കാളും ഒന്ന് ഉത്തമം എന്ന് പറയുന്നത് സൂക്ഷ്മം എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ ഇത് നോക്കിയിട്ട് ശരീരത്തിനേക്കാളും വാക്ക് ഉത്തമം, വാക്കിനേക്കാളും മനസ്സുത്തമം, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് മനസ്സെടുക്കാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മളുടെ സമ്പ്രദായമായിട്ട് ഉള്ള അനുഷ്ഠാനങ്ങൾ നോക്കിയാൽ കാണാം, ഉയർന്ന പദത്തിൽ പോലും ഏറ്റവും
സ്ഥൂലമായ പദം വിട്ടുകളയില്ല. ഒരു അമ്പലത്തിൽ ശ്രീകോവിലുണ്ട്, പുറത്തുള്ള പ്രാകാരമുണ്ട്. ആ ശ്രീകോവിൽ മുഖ്യമാണെങ്കിലും പുറത്തുള്ള പ്രാകാരവും മുഖ്യല്ലേ? ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്നും പുറത്തുള്ള പ്രാകാരം വരയ്ക്കും ഉള്ള ആളുകള് അമ്പലത്തിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു സാധകന് വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും സാധനയില്. അതുകൊണ്ട് ശ്രീകോവിലിൽ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തുള്ള പ്രാകാരത്തിനുള്ളിലെങ്കിലും ഇരിക്കണം. ഗേറ്റിന് പുറത്തു പോയാൽ എവിടെ വേണമെങ്കിൽ പോവാം, നടക്ക് പുറത്തു പോയാൽ എവിടെ വേണമെങ്കിലും പോവാം, ഒരു നിലനിൽപ്പില്ലാതായിട്ട് തീരും. അതുകൊണ്ടാണ് ഒരു പടി ഒന്നിന്റെ ഉള്ളില് ഇൻക്ലൂസീവാണ്, കോംപ്ലിമെന്ററി ആണ്. ഒരാള് പ്രദക്ഷിണം ജപം ഒക്കെ ചെയ്തു, അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ധ്യാനത്തിലേക്ക് പോയി, അത് കഴിഞ്ഞ് ജ്ഞാനത്തിലേക്ക് പോയി എന്ന് വെച്ചാൽ ജ്ഞാനസ്ഫൂർത്തി ആദ്യം ഉണ്ടാവുമ്പോൾ സ്ഫൂർത്തി ഉണ്ടാവും, ചില സമയത്ത് മനസ്സ് നിൽക്കില്ല. അപ്പൊ അയാൾക്ക് തോന്നും ജപം ചെയ്യണം. ചിലപ്പോൾ ജപിക്കാനും പറ്റില്ല. അപ്പൊ അയാള് അറ്റ്ലീസ്റ്റ് അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. അതില്ലെങ്കിലോ പിന്നെ എന്താ വഴി? പിന്നെ ടി വി കാണുക, നാട്ടുവർത്തമാനം പറയാ, രാഗദ്വേഷം ശണ്ട ഒന്നിനും ഒരു പരിധിയേ ഇല്ല, എവിടെ വേണമെങ്കിലും പോവാം. അതുകൊണ്ടാണ് ഏറ്റവും സ്ഥൂലമായ പടി മുതൽ എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് വേണമെങ്കിലും ഇറ്റ് ഷുഡ് ബി എ സ്പിരിച്വൽ എന്റർടൈൻമെന്റ്. അതിനാണ് ഭജനയും നാമസങ്കീർത്തനവും ഭാഗവതവും കഥയൊക്കെ കേട്ടോളൂ, രസിച്ചോളൂ. പ്രാതർവൈദിക കർമ്മതസ്തദനു സദ്വേദാന്ത സഞ്ചിന്തയാ പശ്ചാത് ഭാരതമോക്ഷധർമ്മമനനാത് വാസിഷ്ഠരാമായണാത് സായം ഭാഗവതാർത്ഥ ദിവ്യകഥയാം രാത്രൗ നിധിധ്യാസനാത് കാലോ ഗച്ഛതി ന ശരീരഭരണം പ്രാരബ്ധകണ്ഠാർപ്പിതം. ഒരു അധ്യാത്മസാധകൻ, ഒരു തപസ്വി, അയാളുടെ നിത്യാനുഷ്ഠാനത്തിനെ പറയാണ്. പ്രാരബ്ധം ഇത്ര ഒരു സ്പാൻ, ലൈഫ് സ്പാൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ സ്പാൻ തന്നെയാണ് മായ, ടൈം. ആ ടൈം സ്പാനിന്റെ ഉള്ളിലാണ് മനസ്സ് പ്രവർത്തിക്കുക, കർമ്മങ്ങൾ ചെയ്യുക, ബന്ധങ്ങൾ ഉണ്ടാവുക, കുടുക്കൽപ്പെടുക, ഒക്കെ ഈ സ്പാനിന്റെ ഉള്ളിലാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് പാറ്റ വരും. ആ പാറ്റയ്ക്ക് ഒരു ലൈഫ് സ്പാൻ ഉണ്ട്, ഒരു 3.25 നാഴി നേരം. അത് കഴിഞ്ഞാൽ അത് പിന്നെയും എറുമ്പായിട്ട് പോകും. ആ ലൈഫ് സ്പാനിന്റെ ഉള്ളിൽ അതിനെന്തൊക്കെയോ സംഭവിക്കും. അതുപോലെ ഒരു അധ്യാത്മ സാധകനും ഉറങ്ങുമ്പോൾ കുഴപ്പമില്ല, എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്ത നേരം ഉറങ്ങുന്നവരയ്ക്കും ഇയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് പറയാൻ വയ്യ, എന്തൊക്കെ പുതിയ പുതിയ ബന്ധങ്ങൾ പോയി ചെന്ന് ചാടുമെന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് മുകളിലേക്ക് പോയിട്ടില്ലെങ്കിലും ചുവട്ടിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി കായികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, ഇന്നത്തെ ആളുകൾ റിച്വലിസ്റ്റിക് റിലീജിയൻ, റിച്വൽസ് എന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ മതത്തിന്റെ കോമ്പൗണ്ട് വാൾ. നിങ്ങള് വൈദികമായി നമുക്ക് ഋഷികൾ തന്നിട്ടുള്ള റിച്വൽസിനെ, കർമാനുഷ്ഠാനത്തിനെ തള്ളിക്കളഞ്ഞാൽ ബൗദ്ധന്മാരെ പോലെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കും. എന്താന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ ആവശ്യം കാണും. വൈദിക കർമാനുഷ്ഠാനങ്ങളെ തള്ളിക്കളഞ്ഞ ബൗദ്ധന്മാർ എന്ത് ചെയ്തു? നിങ്ങൾ ടിബറ്റൻ ബുദ്ധിസം ഒക്കെ പോയി നോക്കൂ, ആശ്ചര്യം തോന്നും. ഇവർ എന്തൊക്കെയാ കാണിക്കണമെന്ന് തോന്നും. എന്തൊക്കെയോ വിധത്തിലുള്ള നമസ്കാരം, ഒരു ചക്രത്തിനെ വെച്ച് ഇങ്ങനെ ചുറ്റി 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 മന്ത്രം ജപിക്കും, വട്ടത്തിൽ നടക്കും. ഇതൊക്കെ എന്തിനാ? ഈ മനസ്സിന് ആവശ്യം വരണു. ഫിസിക്കൽ പ്ലെയിനില് ഒരു നെസസിറ്റിയാണത്. അതുകൊണ്ട് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും. അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ചിട്ടില്ലെങ്കിൽ ട്രൗസർ ഇട്ട് ഓടും. അതിനേക്കാളും ബെറ്റർ ആയിട്ട് പറഞ്ഞു, ശരി അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കൂ, നാമജപമായി, ഉള്ളിൽ ഭാവത്തിലൊരു ഭക്തിയായി ചെയ്തോളൂ. അതെങ്കിലും നടക്കട്ടെ, അതിനുവേണ്ടിയെങ്കിലൊക്കെ ചെയ്യൂ. നാവിന് രുചിയുള്ള സാധനം, ശരി ഇതാ സപ്താഹത്തിന് വന്ന പായസം കിട്ടുക, അതിനുവേണ്ടി വന്നോളൂ. ഈ നേദ്യം കൊടുക്കലുണ്ടല്ലോ,
അല്ലേ? അതും ഋഷികൾ വളരെ ആലോചിച്ച് ചെയ്താണ്. കാരണം ചിലരുടെ ഉള്ളിലേക്ക് ആ വഴിക്ക് മാത്രമേ ഭഗവാൻ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഉത്തമാംഗം മനുജന് വയറെന്ന് ഷഠിപ്പവർ എന്നാണ്. ആ വഴിക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ചിലരൊക്കെ ഈ മതം മാറ്റം നടത്തുന്നവരുണ്ടല്ലോ, മതം മാറ്റിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ ഇൻസ്ട്രക്ഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ മാറിക്കഴിഞ്ഞു, പക്ഷേ ഒരിക്കലും ഈ അമ്പലത്തിലെ പ്രസാദമൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ അത് കുഴപ്പമാണെന്ന് അവർക്കറിയാം. അന്നം മനസ്സാണ്. അത് ദേവനെ നേദിച്ചിട്ട് വരുമ്പോ അത് കുറെ അംശം വരും. ഇപ്പൊ മെന്റൽ പ്രോബ്ലം ആയിട്ട് പോകുമ്പോ ആസ്പത്രിയില് അവർ മന്ത്രവാദമൊന്നുമല്ലല്ലോ ചെയ്യണത്, മരുന്നല്ലേ തരണത്, അല്ലേ? ഒരു അന്നമാണല്ലോ അത്. അത് നിങ്ങൾ കഴിച്ചു കഴിയുമ്പോ നെർവസ് സിസ്റ്റം, ബ്രെയിനൊക്കെ അഫക്റ്റഡ് ആവണില്ലേ? അപ്പോ ഭക്ഷണമായിട്ട് പോയിട്ട് എഫക്റ്റ് ആവണില്ലേ? അതുപോലെ ഈ അന്നം നേദ്യം ഉള്ളിൽ പോട്ടെ. ചിലർക്ക് നേദ്യമേ പറ്റുള്ളൂ. ഈ കൃഷ്ണ കോൺഷ്യസ്നെസ് പ്രചരിപ്പിച്ചപ്പോ ആദ്യം അമേരിക്കയിലൊക്കെ ആ പ്രഭുപാദ അദ്ദേഹം നല്ല ഗുലാബ് ജാമുൻ രസഗുള ഒക്കെ ഉണ്ടാക്കും. ബംഗാളി സ്വീറ്റ് ആണല്ലോ ഏറ്റവും മധുരം. എന്നിട്ട് നാമസങ്കീർത്തനത്തിന് എല്ലാവരെയും വിളിച്ച് ഫ്രീ സ്വീറ്റ്. അപ്പോ അദ്ദേഹത്തിന് ശിഷ്യൻ ചോദിച്ചു, അദ്ദേഹത്തിന് എന്താ ഈ രസഗുള കണ്ട്, ഇതെന്താ ഇങ്ങനെ ഉരുണ്ട ഉരുണ്ട? ഇത് വൈഷ്ണവ ബുള്ളറ്റ്, ഇത് കഴിച്ചു കഴിഞ്ഞവൻ ഇനി വരാതിരിക്കില്ല എന്നാണ് ഇവിടേക്ക്. ചിലർക്ക് അതടക്കം ആവശ്യം വരണമെന്ന് അർത്ഥം. ഏത് വഴിക്കാണ് ഭഗവാൻ അകത്തേക്ക് വരിക എന്ന് പറയാൻ വയ്യ. തിരുവണ്ണാമലയിൽ ഞങ്ങൾക്കൊക്കെ വിഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രദക്ഷിണം, ഗിരിപ്രദക്ഷിണം. ഞങ്ങളൊക്കെ അനേക വർഷങ്ങളായി, എന്റെ ഓർമ്മയിൽ ഒരു 10-25 വർഷമായിട്ട് എനിക്ക് ഓർമ്മയുള്ളതും ഒക്കെയാണ്. ഇപ്പൊ ഒരു 15 വർഷത്തിലായിട്ട് ഭയങ്കര തിരക്കാണ് പൗർണമി ദിവസം. ബാക്കിയുള്ള ദിവസം തിരക്കില്ല. പൗർണമി ദിവസം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. ഈ ഒരു പ്രതിഭാസം തുടങ്ങിയിട്ട് ഒരു 15 വർഷമായിട്ടുള്ളൂ. അത് പെട്ടെന്ന് തുടങ്ങിയതാ. അതൊക്കെ ഒരു ആശ്ചര്യമാണ്, ഈശ്വരനിശ്ചയം. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ അവിടെ പറഞ്ഞു, നിങ്ങൾക്കറിയോ ഒരു സംഭവം നടക്കണു ഇപ്പോൾ, ഒരു പൗർണമി മുതൽ പെട്ടെന്ന് അങ്ങോട്ട് ഒരു തിരക്ക്, പതുക്കെ പതുക്കെ കൂടിയതൊന്നുമല്ല. അപ്പോ ഞങ്ങൾക്കൊക്കെ ഒരു വിഷമുണ്ടായിരുന്നു, തിരക്കില്ലാത്ത ഒരു സ്ഥലം. എന്റെ പഴയ പ്രഭാഷണങ്ങളൊക്കെ ഒരു പക്ഷേ ഇവിടെ CD വല്ലതും ഉണ്ടെങ്കിൽ, ഒരു 15 വർഷം മുമ്പുള്ള പ്രഭാഷണത്തിന്റെ വല്ല CD ഉണ്ടെങ്കിൽ അതിൽ പറഞ്ഞിട്ട് പോലും ഉണ്ട് ഞാൻ, അരുണാചലം ഇന്നും തിരക്കില്ലാത്ത സ്ഥലമാണ്, ജനങ്ങൾക്ക് അറിയാത്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതില്. ഇപ്പൊ അതൊന്നും പറയാൻ വയ്യ. അപ്പോ ആ തിരക്ക് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കുറെ ആളുകൾ വിഷമുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ആശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പൗർണമിയാണ്, നല്ല തിരക്ക്. അപ്പൊ എന്റെ കൂടെ ഉള്ളവരോട് ഞാനിങ്ങനെ പറയുമായിരുന്നു, ഇത്ര ആളുകൾ വരുന്നു, ഇവർക്ക് വല്ല ഈ ജ്ഞാനക്ഷേത്രത്തിന്റെ വൈഭവം അറിയോ, രമണ ഭഗവാന്റെ ഉപദേശമോ ഇതോ അറിയോ, ആർക്കെങ്കിലും പ്രയോജനപ്പെടുമോ എന്തോ അറിയില്ല എന്ന് പറഞ്ഞ് കൂടെ ഉള്ളവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ആശ്രമത്തിൽ പ്രവേശിച്ചു. ആശ്രമത്തിൽ പോകുമ്പോൾ അവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. മഹർഷിയുടെ സമാധിയില് ഒരു 100-400 പേരിങ്ങനെ വരികയും പോവുകയും ഇരിക്കുകയും അതിൻ്റെ ഇടയിൽ കൂടെ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേ പോകുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ മഹർഷിയുടെ സമാധി അധിഷ്ഠാനത്തിൽ പോയി നിന്നിട്ട് പുറത്തേക്ക് വന്നു. അതാണ് ഒരു ചെറുപ്പക്കാരൻ അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കണ്ണു തുറന്നു, എന്നെ കണ്ടു, എൻ്റെ കൂടെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഈ മഹർഷിയുടെ ഉപദേശം എന്താണ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഞാൻ വിചാരിച്ചത് എന്താ, ഇയാൾക്ക് എന്റെ അടുത്ത് വന്ന് ചോദിക്കണമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് എന്റെ അടുത്ത് വന്ന് ചോദിക്കണത്. അയാള് ചോദിച്ചു, ഞാൻ അതൊന്നും ആദ്യം ചോദിച്ചില്ല, 5 മിനിറ്റ് പറഞ്ഞു കൊടുത്തിട്ട് അയാളോട് ചോദിച്ചു, എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെ എനിക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ എന്റെ അടുത്ത് വന്ന് ചോദിച്ചത്? എനിക്ക് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു ജ്യോതിഷി, അയാളുടെ അടുത്ത് പല കാര്യങ്ങളും ജ്യോത്സ്യമൊക്കെ നോക്കി. അവസാനം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് അധ്യാത്മമായിട്ട് പുരോഗതി വേണമെന്ന് ആഗ്രഹമുണ്ട്, അതിനെനിക്കൊരു ഉപദേശം വേണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ ജ്യോത്സ്യന് ആരാന്നറിയില്ല, എന്തോ അദ്ദേഹം പറഞ്ഞു, പൗർണമി തിരുവണ്ണാമലയിൽ പോയി പ്രദക്ഷിണം ചെയ്യാം.
3 പൗർണമി പ്രദക്ഷിണം ചെയ്തിട്ട് മഹർഷിയുടെ സമാധിയിൽ ധ്യാനിക്കുക. കണ്ണു തുറക്കുമ്പോൾ ആദ്യം മുമ്പിൽ കാണുന്ന ആളെടുത്ത് പോയി ചോദിക്കുക. ഇത് നമ്മൾ കോയിൻസിഡന്റ് എന്ന് പറയുമോ, അല്ല ഈശ്വര നിയതി എന്ന് പറയുമോ, നിശ്ചയം എന്ന് പറയുമോ, ആ ജീവനെ പെർഫെക്റ്റ് ആയിട്ട് ഈശ്വരൻ വഴി കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുമോ, ആ അനുഗ്രഹ ശക്തിയുടെ പ്രവർത്തനം. ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരിക, ഈ തിരക്കിൽ ആർക്കെങ്കിലും പ്രയോജനപ്പെടുവോ? ഇത്രയും തിരക്കിന്റെ ഇടയിൽ അപ്പോ ഭഗവാൻ പറയണതാണ്, ഈ തിരക്കും ബഹളത്തിന്റെ ഇടയിലും എന്റെ പെർഫെക്റ്റ് ആയിട്ട് എന്റെ ഓർഡർ ധർമ്മം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്ക് കിട്ടണോ കിട്ടും, ആർക്കാണോ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവേണ്ടത് ഉണ്ടായിക്കോളും. അതിനെക്കുറിച്ച് ആരും വിഷമിക്കണ്ട. അപ്പോ ഇവിടെ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട നിശ്ചയിക്കാൻ നമ്മളെ ആളല്ല. ശാരീരികമായ അനുഷ്ഠാനങ്ങൾ വേണ്ടവരുണ്ട്, വാചികമായ അനുഷ്ഠാനങ്ങൾ വേണ്ടവരുണ്ട്, മാനസികമായ അനുഷ്ഠാനങ്ങൾ വേണ്ടവരുണ്ട്. നമുക്ക് ട്രഡീഷണലായി പരമ്പരയായി കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ഉള്ള സംസ്കാരം ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ല പുതിയതായിട്ടുള്ളത് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ സമ്പ്രദായം. എന്തായാലും ഭഗവാൻ ഉപദേശസാരത്തിൽ ഈ 3 ഇനിമേലാൽ അതിന് ലക്ഷണം പറയണു ഇനിയുള്ള ശ്ലോകത്തിൽ. ശരീരം കൊണ്ട് എന്താ ചെയ്യേണ്ടത്, വാക്കുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, മനസ്സുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നോക്ക. ആദ്യത്തെ ശ്ലോകം, 5ാമത്തെ ശ്ലോകം. ജഗതൈഷധീം യുക്തസേവനം അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. ജഗതഃ ഈഷധീയുക്ത സേവനം അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. അഷ്ടമൂർത്തി എന്ന് വെച്ചാൽ ശിവനുള്ള പേരാണ്. അഷ്ടമൂർത്തി ഭൃത് എന്ന് വെച്ചാൽ ശിവൻ. ശിവന് 8 മൂർത്തികളാണ്. അതാണ് കാളിദാസന്റെ പ്രസിദ്ധമായ ശ്ലോകം കുമാരസംഭവത്തിലെ. ശിവൻ തന്റെ മുമ്പിൽ അഗ്നിയെ ആധാനം ചെയ്ത് ഗംഗയുടെ തീരത്തിൽ പാർവതി വരുന്നതിന് മുമ്പ് അങ്ങനെ തപസ്സിലിരിക്കുകയാണ്. അപ്പൊ പറയാണ്, തത്ര അഗ്നിമാദായ സമിത് സമിദ്ധേ സ്വമേവ മൂർത്യന്തരമഷ്ടമൂർത്തി സ്വയം വിധാത തപസഃ ഫലാനാം കേനാപി കാമേന തപശ്ചചാര. സ്വമേവ മൂർത്യന്തരം അഷ്ടമൂർത്തി. 8 മൂർത്തികളിൽ ഒരു മൂർത്തി അഗ്നിയാണ്. ബാക്കി എന്തൊക്കെയാ? ഭൂരംബോ അനിലോ അനലോ അംബരം അഹർനാഥ ഹിമാംശു പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യത്തെ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ശിവന്റെ 8 മൂർത്തികളെ പറയാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, ചേതനം. ഈ 8 മൂർത്തികളോട് കൂടിയ എന്നുവെച്ചാൽ ഇതല്ലാതെ പിന്നെ പ്രപഞ്ചത്തിൽ അന്വേഷിച്ചാൽ 9ാമതൊരു സാധനം ഇല്ല. ഈ 8ഉം കൂടിയതാണ് വിശ്വം എന്ന് നമ്മൾ പറയണത്. അപ്പൊ 8 രൂപത്തിൽ ശിവൻ ഇരിക്കണമെന്ന് പറയണത് ഈ ജഗത്ത് തന്നെ ശിവന്റെ സ്വരൂപമാണ്. പൊതുവെ ഈ ഏകദൈവ വിശ്വാസം അത് മറ്റ് സെമിറ്റിക് മതങ്ങളിലുള്ളത് തന്നെ കോപ്പി അടിക്കാനാണ് സനാതന ധർമ്മത്തിൽ ഇപ്പൊ നോക്കുന്നത്. ഒരു ദൈവം, പിന്നെ അത് ശിവനാണോ വിഷ്ണുവാണോ ശണ്ട. ഒരേ ദൈവമേ ഉള്ളൂ എന്ന് നമ്മൾ പറയണില്ല. ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ളത് നമ്മളുടെ വാദമല്ല. നമ്മളുടെ വാദം ദൈവമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് വ്യത്യാസമുണ്ട് അതിന്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നതിനും ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നതിനും ഒരു ദൈവമേ ഉള്ളൂ എല്ലാ രൂപത്തിലും ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. തത്വം അറിഞ്ഞവന് അന്യത് കിഞ്ചന വിദ്യത്തെ എന്നാണ്. അതിന് അന്യമായിട്ടൊന്നുമില്ലപ്പാ. ഖം വായും അഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീന് സരിത് സമുദ്രാംശ ഹരേഹ ശരീരം ഒക്കെ ഹരിയുടെ ശരീരമാണെന്ന്.
യത്കിഞ്ചഭൂതം പ്രണമേതനന്യ. കോപ്പി അടിച്ച പോലെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. കാണുന്നതൊക്കെ ഈശ്വരന്റെ സ്വരൂപമാണ്. ഈ തത്വം അറിഞ്ഞിട്ട് ജഗത്തെന്നുള്ള ബുദ്ധി മാറി. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ജഗത്ത് അല്പം പോലും കിഞ്ച് അല്പമെങ്കിലും ജഗത്ത് കാണുന്ന സ്ഥലത്ത് ഈശ്വരനെ കൊണ്ടുവന്ന് മറയ്ക്കാം. അതുകൊണ്ട് നമ്മളുടെ ഋഷികൾ പ്രകൃതി മുഴുവൻ ഭഗവാനെ കാണും, ഒന്നും നശിപ്പിക്കരുത്. എല്ലാത്തിലും അന്തര്യാമിയായി ഈശ്വരനുണ്ട്. സസ്യങ്ങളിലും മലയിലും മറുപടി എല്ലാത്തിലുണ്ട്. അതുപോയി ദേവൻ അമ്പലത്തിൽ മാത്രമായപ്പോ പിന്നെ എന്ത് വേണമെങ്കിൽ പൊളിക്കാമല്ലോ. അമ്പലം പൂട്ടിക്കഴിഞ്ഞാൽ ദേവൻ കാണില്ല. അമ്പലം പൂട്ടണ വരെ ദേവൻ കാണുള്ളൂ. അമ്പലം പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ദേവൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ചിലപ്പോഴൊക്കെ പറയും, ചിലയിടത്ത് ദേവൻ ഉണ്ടെങ്കിൽ ആവാഹിച്ച് മാറ്റി വെച്ചിട്ട് അത് എടുത്തോളുന്നു അല്ലേ. സർവത്ര ദേവനുണ്ട്. ദേവൻ ചില സ്ഥലത്ത് പ്രകാശിക്കണു. ഇതൊക്കെ ഫിലോസഫി ബ്രെയിനിൽ വെച്ചുകൊണ്ടിരുന്നാൽ അനുഭവത്തിന്റെ കാര്യം വേറെയാണ്. ഈ ഫിലോസഫിയും വെച്ചുകൊണ്ട് ചോദ്യം ചോദിക്കാൻ പാടില്ല. അനുഭവത്തിൽ വരുമ്പോ കാര്യം വേറെയാണ്. അനുഭവത്തിന് വരാനാണ് ഒരു സാധകൻ നോക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ബ്രെയിനിൽ ഒരു ഐഡിയ തലയിൽ കയറ്റി വെച്ചിട്ട് അവിടെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ജഗത്തിനെ ഈശ്വരബുദ്ധിയോടുകൂടെ സേവനം. ഇപ്പോ പറഞ്ഞ രീതിയിൽ ഭഗവാനാണ് അവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുകൊണ്ട് സേവ ചെയ്യാനായിട്ട് വലിഞ്ഞു കയറി പുറപ്പെടണം എന്നല്ല പറയണത്. നിങ്ങളെ എതിർച്ചയാ നിങ്ങൾ ചെയ്യേണ്ട ധർമ്മമൊക്കെ തന്നെ അങ്ങനെ ട്രാൻസ്ഫോം ആവണം. അത്രയേ ഉള്ളൂ. നിങ്ങള് അതിനുവേണ്ടി ആളെ അന്വേഷിച്ചുകൊണ്ട് പോകുമെന്നും വേണ്ട. നിങ്ങൾക്ക് എതിർച്ചയാ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ നിങ്ങൾക്ക് ചെയ്യാനൊരു ഭാഗ്യം കിട്ടുമ്പോ ഭഗവാനാണ് കൊടുക്കുന്നത്. മഹാഭാരതത്തിൽ ഭീഷ്മൻ പറഞ്ഞു, ദാനം ചെയ്യാൻ വേണ്ടി പണം ഉണ്ടാക്കണ്ട, കയ്യിലുള്ളതുകൊണ്ട് ദാനം ചെയ്താൽ മതി. മുണ്ടിൽ ചളിയായിട്ടുണ്ടെങ്കിൽ കഴുകിക്കളയണം. കഴുകിക്കളയാൻ വേണ്ടി ആരെങ്കിലും ചളി കോരി ഒഴിക്കോ? അതാണ് ചോദ്യം. യജ്ഞാർത്ഥം യസ്യ വിത്തേഹ വരം തസ്യ നിരീഹത പ്രക്ഷാളനാദി പങ്കസ്യ ദൂരാത് അസ്പർശനം വരം. മുണ്ടിൽ ചളിയാക്കണതിനേക്കാളും നല്ലത് ചളി ആവാതെ നോക്കണതാണ്. അതുകൊണ്ട് ആവശ്യത്തിലധികം സംഗ്രഹിക്കാതിരിക്കുന്നതിന്, സംഗ്രഹിച്ച് ദാനം ചെയ്യണതിനേക്കാളും ബലമുണ്ട്. പക്ഷെ സംഗ്രഹിക്കണം നമ്മളുടെ കയ്യിലില്ല. ചിലപ്പോൾ പ്രാരബ്ധം ചിലത് വന്ന് വീണു കഴിഞ്ഞാൽ അപ്പോ ഈശ്വര ബുദ്ധിയ പാത്രം അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് സന്ദർഭം ഈശ്വരൻ തരുമ്പോ കൊടുക്കുമ്പോ ഞാൻ കൊടുക്കുന്നു, അയാള് എനിക്ക് കടപ്പെട്ടവനാണ്, ഈ ഭാവമൊന്നും വേണ്ട, ഭഗവാനാണോ കൊടുക്കുന്നത്. ഇങ്ങനെ കരുതിക്കൊണ്ട് ചെയ്യണത് ശിവപൂജയാണ്. ഭാഗവതത്തില് കപില ഭഗവാൻ പറഞ്ഞു, അത് തന്നെ എനിക്കുള്ള പൂജ. ഞാൻ സർവഭൂതങ്ങളിലും ഇരിക്കണു, അത് അങ്ങനെയുള്ള എന്നെ അപമാനിച്ചിട്ട് ഒരു വിഗ്രഹത്തിൽ മാത്രം ആരാധിക്കുകയാണെങ്കിൽ കുരുതേ അർച്ചാ വിഡംബനം, അവൻ എന്തോ കൂത്ത് കാണിക്കുകയാണ്, പ്രഹസനമാണ്. അവൻ പൂജയല്ല ചെയ്യുന്നത്, എന്നെ അപമാനിക്കണു എന്ന് പറഞ്ഞു. കുരുതേ അർച്ചാ വിഡംബനം. നോക്കണം, ഇത് അർച്ചന പൂജ ചെയ്യരുതെന്നല്ല അർത്ഥം. ഈ അർച്ചന ചെയ്യണതും പൂജ ചെയ്യണതും ഹൃദയത്തിൽ പ്രേമുണ്ടായി, ഭക്തി ഉണ്ടായി. ആ ഭക്തി കരുണയായി മാറുകയും എല്ലാ ഭൂതങ്ങളിലും ഭഗവാനെ കാണാൻ സാധിക്കണം. എല്ലാ ഭൂതങ്ങളെന്ന് വെച്ചാൽ ഇന്ത്യ മുതൽ എല്ലാ കോണ്ടിനെന്റ്സിലും പോയി എല്ലാവരെയും കണ്ടിട്ട് വരാൻ പറ്റുമോ? അങ്ങനെയല്ല.
നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാരബ്ധത്തിന്റെ ഫീൽഡ് മാത്രമാണ്. ആ ഫീൽഡിൽ നിങ്ങളുടെ മുമ്പിൽ കാണുന്നവരെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് മുമ്പിൽ ഭഗവാൻ തരുന്ന ചാൻസ് നിങ്ങൾ ഉപയോഗിച്ച് അവിടെ ഭക്തി കൊടുത്താൽ അവിടെ നിങ്ങൾ സേവ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യണതുണ്ടല്ലോ, അത് ദേവന് ചെയ്യും വിശേഷ പൂജ എന്ന് പറഞ്ഞു ഭഗവാൻ. അത് ദേവന് ചെയ്യും വിശേഷ പൂജ. അഷ്ടമൂർത്തങ്ങളായി കാണുന്ന ലോകമിത് ആകവേ ഈശ്വരാകാരமாக ദൃഷ്ടിയിൽ കൊണ്ട് സേവിക്കുക തക്കപോൽ. നല്ല വാക്കാണ് ഭഗവാൻ പറഞ്ഞു, തക്കപോൽ എന്നുവെച്ചാൽ അതിനുവേണ്ടി നീ വേണ്ടാതെ വിഷമിച്ച് ജഗത്ത് മുഴുവൻ സേവ ചെയ്യണം. സേവ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട് അതിന്റെ പേരിൽ ഇനി പ്രാരബ്ധവും കർമ്മവും വലിച്ചുവാരി കൂട്ടുന്നത് സേവയാവില്ല. അതുകൊണ്ടാണ് ഭഗവാൻ സേവിക്കുക തക്കപോൽ ദേവന് ചെയ്യും വിശേഷ പൂജ. ഇത് ദേവന് ചെയ്യുന്ന വിശേഷ പൂജയാണപ്പ. നിന്റെ ദേവൻ നിന്റെ മുമ്പിൽ വരും, പല രീതിയിലും വരും. നിന്റെ കുടുംബത്തിലുള്ളവർ തന്നെ ദേവനാണ്. ഭാഗവതത്തിൽ നാരദൻ പറഞ്ഞു സപ്തമസ്കന്ധത്തില്, അണ്ണാൻ, പൂച്ച, നായ, എലി, ഭിക്ഷക്കാരൻ, അടുത്ത വീട്ടിൽ വിഷമിക്കുന്ന ആള്, പശു എന്ന് വേണ്ട സർവപ്രാണികളിലും അന്തര്യാമിയെ കണ്ട് തുടങ്ങിയാൽ മതി എന്നാണ്. എലിക്ക് വിഷം വയ്ക്കുക, കൊല്ലുക, ഈ മാതിരി പരിപാടിയൊന്നും. ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് ഒരാൾ പറഞ്ഞു, സ്വാമി ഈ ഉപദേശമൊക്കെ കൊള്ളാം, സ്വാമി ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കുക, എത്ര നേരിയതാ കടിച്ചതറിയോ. ഈ എലിക്ക് തന്നെയാ പണി, പുസ്തകം കടിക്കുക, മുണ്ട് കടിക്കുക, അതിനതുകൊണ്ട് എന്താ ഉപയോഗമുള്ളത്? എത്ര മുണ്ട് കടിച്ച് കീറി എറിയോ. അപ്പൊ സ്വാമി കുറച്ച് നെല്ലോ എന്തോ ഇട്ടിട്ട് ഒരു പ്രത്യേക രാഗമൊക്കെ പാടിയത്രേ. അപ്പോ കുറെ എലികൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ വീട്ടിലെ യജമാനന്റെ നേരിയത് കടിച്ച ആളൊന്ന് മാറി നിൽക്കാൻ നോക്കട്ടെ നോക്കട്ടെ. അതിലൊരാൾ അങ്ങോട്ട് മാറി ഓച്ചാനിച്ച് തിന്നു. സീനൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ സ്വാമി പറഞ്ഞു, അരുതട്ടോ, ഇനി കടിക്കരുത്, ഇനി കടിച്ചാൽ അവര് നമുക്ക് വിഷം വെക്കും. വെച്ചാൽ നമ്മള് എലിയായിട്ട് തീർന്നു, അവര് നമുക്ക് വിഷം വെക്കും. പിന്നെ ആ വീട്ടിലെ എലിയ ഉണ്ടായിരുന്നില്ല എന്നാണ് കഥ. അപ്പോ അഷ്ടമൂർത്തങ്ങളായി കാണുന്ന ഈ ലോകം മുഴുവനും ആ ദേവന്റെ സ്വരൂപമായി കണ്ടുകൊണ്ട്, അത് വലിയ ഭക്തിസാധനയാണ്. ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് അതാണ്. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ലൗകിക ജീവിതത്തിനെ തന്നെ ദിവ്യമായി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രക്രിയ. ഈ തത്വം അറിഞ്ഞവൻ ഒരാളും വിരോധിയില്ല, ആരോടും വെറുപ്പില്ല, ആരോടും അസൂയയില്ല. ഭാഗവതം പറഞ്ഞു, ഇതിന്റെ പ്രത്യക്ഷമായ ഇഫക്റ്റ് കണ്ടു തുടങ്ങുന്നത് സ്പർദ്ധ, അസൂയ, തിരസ്കാരാഹ, സാഹങ്കാരാ വിയന്തിഹി. ബ്രാഹ്മണേ പുൽക്കസേ സ്ഥേനേ ബ്രഹ്മണ്യേ അർക്കേ സ്ഫുലിംഗകേ അക്രൂരേ ക്രൂരകേ ചൈവ സമദൃക് പണ്ഡിതോ മതഃ. എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയെ കാണുമ്പോ ഇവന് ആരോടും സ്പർദ്ധയില്ല. എനിക്ക് കിട്ടേണ്ടത് അയാൾക്ക് കിട്ടി, അയാൾക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടി, എന്നെ അയാൾ അപമാനിച്ചു, എനിക്ക് പ്രാധാന്യം തന്നില്ല, ഞാൻ അയാളെക്കാളും കവച്ച് മുൻപിൽ പോകണം ഇല്ല. വേറെ ഒരാള് നമ്മളെക്കാളും നല്ലവണ്ണം മുൻപിൽ പോയ അസൂയ, അതുമില്ല, ഞാൻ തന്നെയല്ലേ ഇത്. തിരസ്കാരാഹ, അവഗണന ഇല്ല. ഇതൊക്കെ പോകുമ്പോ അഹങ്കാരത്തോട് ഇതൊക്കെ പോയി കോൺഷ്യസ് പോലും ആയിരിക്കില്ല എന്നാണ് ഭക്തൻ. ഇതൊക്കെ എനിക്ക് പോയി കഴിഞ്ഞു, മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്നുള്ള കമ്പാരിറ്റീവ് നോളജ് പോലും ഇല്ല. ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്ത ഈശ്വര. ഹരി സർവഭൂതങ്ങളിലും ഇരിക്കണു, ഈശ്വരൻ എല്ലാ പ്രാണികളുടെ ഉള്ളിലും ഇരിക്കണു. ത്വയി മയി സർവത്ര ഏകോ വിഷ്ണു. വ്യർത്ഥം കുപ്യസി മയ്യ സഹിഷ്ണു. ത്വയി മയി സർവത്ര ഏകോ വിഷ്ണു.
എല്ലാവരുടെ ഉള്ളിലും ഒരേ വിഷ്ണുവാണ്. അങ്ങനെ അഷ്ടമൂർത്തിയായ ഈശ്വരനെ ജഗത്തിൽ എല്ലാ രൂപത്തിലും എല്ലാ ഭാവത്തിലും എല്ലാവരിലും കണ്ടുകൊണ്ട് നമ്മളുടെ പ്രാരബ്ധ കർമ്മത്തിനെ ചെയ്യണം. അതാണ് തക്കപോൽ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം മനസ്സിലാക്കണം. അധ്യാത്മത്തിന്റെ ബേസിക് പാഠം എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് ആവശ്യമില്ലാതെ പുതിയ കർമ്മങ്ങൾ തുടങ്ങി വെക്കരുത്. നമ്മൾക്ക് പ്രാരബ്ധം ഒഴിച്ച് നീക്കം ചെയ്യാനുള്ള വഴിയാണ് ഇപ്പൊ നമ്മൾ പറയണത്. അതുകൊണ്ട് തക്കപോൽ ദൃഢമിത് പൂജൈ ജപമും ധ്യാനം ഉടൽ വാക്ക് ഉളത്തൊഴിൽ ഉന്തിപ്പര ഉയർവാകും ഒன்றில் ஒன்று ഉന്തിപ്പര. കഴിഞ്ഞ ശ്ലോകത്തിലെ പൂജ ജപം ധ്യാനം അത് നമ്മൾ ഇനി പറയാൻ പോകുന്നുണ്ട്. ശരീരം കൊണ്ട് പൂജ, വാക്കുകൊണ്ട് ജപം, മനസ്സുകൊണ്ട് ധ്യാനം. അതിൽ പൂജയാണ് ഇപ്പൊ പറയണത്. ജഗത ഈശധി യുക്ത സേവനം. ബാഹ്യമായ പൂജ അനുഷ്ഠാനം. പഴയ കാലത്തിലെ എല്ലാ ഗൃഹങ്ങളിലും എന്തെങ്കിലും പൂജ ഉണ്ടാവും. പഞ്ചായതന പൂജ ഉണ്ടാവും. വിരോധമില്ലാതാക്കാൻ വേണ്ടി ശങ്കരാചാര്യർ ചെയ്തതാണ് ശിവൻ, ശിവലിംഗം, ശാളഗ്രാമം, ഗണപതി, ദേവി, സൂര്യൻ. മനസ്സിലായില്ലേ? 5. ഈ 5ഉം പൂജിക്കുക എന്ന് പറഞ്ഞ സ്മാർത്ഥധർമ്മമായിട്ട് വെച്ചു. എന്തിനാന്ന് വെച്ചാൽ ഇഷ്ടദേവത ഒന്നായിക്കോട്ടെ, അദ്വൈതം അറിഞ്ഞാൽ ഒക്കെ കുഴപ്പമില്ല. പക്ഷേ ഒരു ശൈവന് വൈഷ്ണവനെ കാണുമ്പോൾ ദ്വേഷം വരാതിരിക്കാനും വൈഷ്ണവന് ശൈവനെ കാണുമ്പോൾ ദ്വേഷം വരാതിരിക്കാനും വേണ്ടി ചെയ്തൊരു ചമത്കാരം അത്. എല്ലാത്തിനും ഇത്തിരി പുഷ്പം വെച്ചോളാം. സ്മാർത്ഥധർമ്മമായിട്ട്. അതും ആശ്ചര്യം എന്താന്ന് വെച്ചാൽ ഒന്നും രൂപമില്ല. നർമ്മദയിലെ കല്ല് ശിവലിംഗം, ഗണ്ഡകിയിലെ കല്ല് ശാളഗ്രാമം, സ്വർണമുഖിയിലെ കല്ല് ഗണപതി, വേറെ ഒരു നദിയിലെ കല്ല് സൂര്യൻ, പിന്നെന്താ ദേവി ശോണ, അതിലെ കല്ല് ദേവി. ഒക്കെ 5 കല്ലുകളാണ്. ഈ 5 കല്ലുകളേ ഉള്ളൂ. ഇതാണ് പൂജ. എവിടെ പോവാണെങ്കിലും ചെറിയ പാത്രത്തിൽ ഇട്ടിട്ട് കൊണ്ടുപോകും. പഴയ കാലത്തെ ആളുകൾ എവിടെ പോയാലും തേവാറെന്ന് പറയുന്നത് ഇതാണ്. അത് തുറന്നു വയ്ക്കും, അഭിഷേകം ചെയ്യും, എഴുതിക്കും. ഇത് നിത്യാനുഷ്ഠാനം. ഇതൊക്കെ നമ്മുടെ അരകുറ വേദാന്തം കൊണ്ട് ആളുകൾ എന്ത് പറഞ്ഞു? ഇതൊക്കെ വെറുതെ പൂജ ചെയ്യണു, മെഡിറ്റേഷൻ അല്ലേ ചെയ്യേണ്ടതെന്നൊന്നും. കുറെ കഴിഞ്ഞാൽ മെഡിറ്റേഷനും ഇല്ല, ഒന്നുമില്ല. റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ. ഇവിടെ പോവുക, അവിടെ പോവുക, അലയുക, നടക്കുക. സ്ഥൂലത്തിനെ വിട്ടുകഴിഞ്ഞാൽ സൂക്ഷ്മത്തിൽ നിൽക്കാൻ പറ്റില്ല. സ്ഥൂലം പോയാ സൂക്ഷ്മം നിൽക്കില്ല. അതറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഈ ശങ്കരമഠത്തിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് തോന്നുന്നു ഇവരെന്ത് അദ്വൈതികളാ. അദ്വൈതം എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂജ. കണ്ടാ ബോറടിക്കും. ഇത് പല കാലങ്ങളിലൂടെ പരീക്ഷിച്ച് സിദ്ധന്റെ സ്ഥിതി സാധകന് സാധ്യമല്ല എന്ന് അറിയണത് കൊണ്ട് സാധകന് വേണ്ടി കെട്ടിയ കോമ്പൗണ്ട് വാളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ സമ്പ്രദായമായിട്ട് പറയുന്നത് റീഫോമിസ്റ്റ് കുഴപ്പമുണ്ടാക്കുള്ളൂ. നമ്മുടെ സമ്പ്രദായത്തിൽ റീഫോർമേഷനേ ഇല്ല. റീഫോം ചെയ്യാൻ നീ ആരാ? എന്റെ ബുദ്ധിയിൽ തോന്നണ ഒരു കാര്യം എന്റെ മേലെ നീ പറയാൻ നീ ആരാ? അല്ലേ? അപ്പൊ റീഫോമിസ്റ്റ് കുഴപ്പമുണ്ടാക്കുള്ളൂ. ഗീതയിൽ ഭഗവാൻ ഒരു സമ്പ്രദായം പറഞ്ഞു, എന്നാ ബുദ്ധിഭേദം ജനയേത്ത്. ഒരാൾ ചെയ്യണ മാർഗവും കുഴപ്പമാണെന്ന് പറഞ്ഞ് തല്ലി പൊട്ടിക്കാതെ അതിന്റെ കൂടെ പോയിട്ട് സത്യം കൂടെ പറഞ്ഞു കൊടുക്കുക. അയാൾ എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തോട്ടെ. ചിലപ്പോ ആ സത്യം അറിഞ്ഞിട്ട് അയാൾ നിൽക്കുന്ന സ്ഥലത്ത് അത് പ്രായോഗികമാക്കിക്കൊള്ളും. ഏത് സമ്പ്രദായത്തിലുണ്ടോ ആ സമ്പ്രദായത്തിന്റെ ഉള്ളിൽ അത് കൊണ്ടുപോയി വെച്ചോളും. അങ്ങനെയാണ് നമ്മുടെ മാർഗം. അപ്പോ പൂജ, സ്ഥൂലമായ പൂജയും ഒരു വലിയ ഹെൽപ്പാണ്. ചിലർക്കതുണ്ടാവും, ചിലർക്കതുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇനിയിപ്പോ തുടങ്ങണം നിർബന്ധമൊന്നുമില്ല.
പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ കാഞ്ചി പരമാചാര്യരെ കുറിച്ച് പറയും. അദ്ദേഹം പൂജ ചെയ്യണ വിധമേ പറയും. വളരെ അടുത്തിരുന്ന ഒരു പൂജാരി പറഞ്ഞു, ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമി ഉള്ളപ്പോ 100 വയസ്സ് വരെ ഇരുന്നു. അദ്ദേഹം പൂജ ചെയ്യണ കാലത്ത് പറയും, പൂജ ചെയ്യണമെന്ന് പേര്, കാണുമ്പോ നല്ല ദിവ്യമായിട്ടിരിക്കും ആ പൂജ. എന്താ സീക്രട്ട് എന്ന് വെച്ചാൽ ഇവര് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണാവും, പുഷ്പം അങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും, നിശ്ചലമായിട്ട് ഇരിക്കണ്ടാവും. ഇരിക്കണ ഇരുപ്പ് ആസനങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, അർച്ചന ചെയ്യും, ഒക്കെ ചെയ്യുമ്പോഴും കാണാം അതാ ഇരുപ്പ് മാത്രമാണ്. അതിലൊരു വലിയ ഉപയോഗം ഈ സന്യാസിക്ക് എന്താന്ന് വെച്ചാൽ, ആളുകൾ സന്യാസിയെ വന്ന് ഇപ്പോ ഇതാണ് കുഴപ്പമേ, സന്യാസം എടുത്തു കഴിഞ്ഞാലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ, എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറയും. ചിലപ്പോൾ ഭിക്ഷയ്ക്ക് ഹോട്ടലിലേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോകും. ഇപ്പൊ ഓരോരുത്തർ വേദാന്തം ക്ലാസ്സൊക്കെ എടുക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിലാണ്. ഒരു സംസ്കാരം ഇല്ലാതെ പോയി പോകും. അതിനു വേണ്ടിയിട്ട് ഈ സന്യാസിയെ കാണണോ, ഈ പൂജ സമയത്ത് കണ്ടോളാം, കാണുകയും ചെയ്യാം, 2 മണിക്കൂർ കാണാം. അടുക്കാനോ അടുത്ത് വേണ്ടാതെ ഇതിനൊന്നും പറ്റില്ല. ആ സന്നിധി കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ അയാളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകണമുണ്ടോ വേറെ ഒന്നും കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകില്ല. അതുകൊണ്ട് ഈ കെട്ടുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേലെ പോകും തോറും ഫ്രീഡം കുറയും. അതൊരു പുതിയ സിദ്ധാന്തമാണ് നിങ്ങൾക്ക് തോന്നും. മേലെ പോകും തോറും ഫ്രീഡം കുറയും. കാരണം ഫ്രീഡം തന്നെയാണ് ബന്ധം. കാറിനുള്ള ഫ്രീഡം പ്ലെയിനില്ല. നടന്നു പോകുമ്പോൾ നല്ല ഫ്രീഡമാണ്, ഏത് സന്തിലും പൊന്തിലും പോവാം. സൈക്കിളിൽ പോകുമ്പോൾ ചില സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. കാറിൽ പോകുമ്പോൾ കുറച്ച് ഫ്രീഡം ഉണ്ട്. പ്ലെയിനിൽ പോകുമ്പോൾ ആ ഫ്രീഡം ഇല്ല. ഇവിടുന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിലേ പോകാൻ പറ്റുള്ളൂ. റോക്കറ്റിന് ഒട്ടും ഫ്രീഡം ഇല്ല. എവിടുന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് വിട്ടു കഴിഞ്ഞു, ലാൻഡിങ് പോലും ഇല്ല അവിടെ. ഹയർ പ്ലെയിനിൽ പോകും തോറും ഒരു ഓർഡറിന്റെ ഉള്ളിലാണ് മഹാപുരുഷന്മാരുടെ മൂവ്മെന്റ് മുഴുവൻ. നമ്മൾ ചോദിക്കും അവരെന്താ അങ്ങനെ ഇരിക്കണം എങ്ങനെ ഇരിക്കണം, നമ്മൾ ആഗ്രഹപ്പടി വലിച്ചഴിക്കാൻ പറ്റണില്ലല്ലോ. അവരൊരു ഹയർ ഓർഡറിന്റെ ഒരു ഋതം സത്യത്തിൽ പ്രതിഷ്ഠിതമായാൽ ആ വ്യക്തിയുടെ ശരീരവും മനസ്സും ഋതത്തിൽ പ്രതിഷ്ഠിതാവും. ഋതകം സത്യം പരം ബ്രഹ്മപുരുഷം കൃഷ്ണ പിംഗളം ഊർധ്വരേതം വിരൂപാക്ഷം വിശ്വരൂപായ വൈ നമോ നമഃ. അകമയ്ക്ക് ആത്മാവിൽ പ്രതിഷ്ഠിതനായവന്റെ ശരീരവും മനസ്സും ഒക്കെ ഒരു പ്രത്യേക ഓർഡറിൽ പ്രതിഷ്ഠിതമാവും. ആ ഓർഡർ വ്യക്തി മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങൾക്കനുസരിച്ചുള്ള ഓർഡറല്ല, ഒരു നിയതിയുടെ, ഒരു ഈശ്വരന്റെ താളമാണത്. ആ താളത്തിൽ അത് പ്രവർത്തിക്കും. ആ താളത്തിനുള്ള ഫസ്റ്റ് ട്രെയിനിങ് ആണ് പൂജ, അനുഷ്ഠാനങ്ങൾ, കാര്യങ്ങളൊക്കെ. ഫിസിക്കൽ സ്പിരിച്വൽ ഡിസിപ്ലിൻ അത് ഏത് വിധത്തിൽ വേണമെങ്കിൽ ആവട്ടെ. ഇപ്പൊ ബുദ്ധമതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഒരുപാടുണ്ട്. എന്തിനാ അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം? ഇപ്പൊ കൈലാസ് പോയാൽ നമുക്ക് കാണാം, അവർക്ക് കൈലാസം അവർക്കും ദിവ്യമാണ്. അവർ പ്രദക്ഷിണം നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്യും. ബുദ്ധഭിക്ഷുക്കൾ വിഹാരങ്ങളിൽ പോയാൽ പല അനുഷ്ഠാനങ്ങളും കാണും, നമുക്ക് മനസ്സിലാവില്ല. എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ പിന്നീട് ഡെവലപ്പായതാണ്, ബുദ്ധൻ ചെയ്തതൊന്നുമല്ല. ഇതൊക്കെ ആവശ്യം കാണുകയാണേ. ഹയർ പ്ലെയിനിൽ ഒരാൾക്ക് ആവശ്യമില്ല. ചെറിയ പ്ലെയിനിൽ ഒരാൾ വെച്ച് ബോർഡ് വെച്ച് കയ്യിൽ സ്ലേറ്റും പെൻസിലും വെച്ച് എഴുതിപ്പിക്കണ പോലെ ചിലതൊക്കെ വേണ്ടിവരും. അതുകൊണ്ട് കായികം, ശരീരം കൊണ്ട് പൂജ, അത് തന്നെ ഹയർ ലെവലിലേക്ക് വരുമ്പോൾ സകല പേർക്കും ചെയ്യുന്ന സേവ, കൈങ്കര്യം. എല്ലാവരുടെ ഉള്ളിൽ അന്തർയാമിയായി ഭഗവാൻ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഒരു അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഒരമ്മ ഈ ഭക്ഷണം കഴിക്കാൻ പോണവരൊക്കെ നാരായണനാണ്, ഈശ്വരനാണ് ഭക്ഷണം കഴിക്കണത് എന്ന് അറിഞ്ഞും കൊണ്ട് പാചകം ചെയ്ത ആ പാചകം നേദ്യമായി കഴിക്കണവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. കുറെ കാലം അങ്ങനെ ഭക്ഷണം കൊടുത്താൽ നല്ല മരുന്നാ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഭഗവാനേ ഇത് ഉള്ളിൽ പോണ ആളുടെ ഹൃദയത്തിൽ അങ്ങ് കഴിച്ചോളേന്ന് പറഞ്ഞാൽ ഭഗവാൻ ജാഗ്രത ആവാം. പിറുപിറുത്തോണ്ട് എന്റെ തലയിലെഴുതി അടുക്കളയിലേ പോയി, ഞാൻ ഇങ്ങനെയാണ്, എത്ര കാലമായി ഈ പണിയെടുത്തോണ്ടേയിരിക്കണം, ഒരു കാര്യത്തിനും പോവാൻ വയ്യ, ഈ തലയിലെഴുത്ത് എപ്പോ ഒഴിയോ, ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരെ ഈ ഊണ് കഴിച്ചു കഴിയുമ്പോൾ വയറിലൊരു ഗൂഡ്സ് വണ്ടി ഓടും. ഇവിടെ വേദനിക്കണു, സമാധാനമില്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ സ്വപ്നം.
കാരണം ഈ കഴിച്ച ഉരുളക്കിഴങ്ങൊക്കെ സ്വപ്നത്തിൽ ഭൂതവും പ്രേതമായിട്ടൊക്കെ. ആഹാരശുദ്ധൗ സത്വശുദ്ധി ആഹ്രിയത്തെ ഇതി ആഹാരഃ ശബ്ദാദിവിഷയ വിജ്ഞാനം ഭോക്തുഃ ഭോഗായ. ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങളുടെ ഉള്ളിലേക്ക് കിടക്കണതൊക്കെ ആഹാരമാണ്. പക്ഷെ ഈ ഭക്ഷണം ഒരു മുഖ്യമായ ആഹാരം. അത് ശുദ്ധമാവുമ്പോ ചിത്തശുദ്ധാവും. ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലെടുക്കണതൊക്കെ ശുദ്ധാവുമ്പോ ചിത്തശുദ്ധാവും. അതൊക്കെ ഒരു അൽക്കമിയാണ്. എൻറ്റയർ ലൈഫ് ഈസ് സ്പിരിച്വൽ. വിവേകാനന്ദ സ്വാമി കളിയാക്കി പറഞ്ഞു, നമ്മളുടെ മതം കിച്ചൺ റിലീജിയൻ ആണെന്ന് പറഞ്ഞു. ഞാൻ പറയാം അത് സത്യമാണ്, ഞങ്ങൾ കിച്ചൺ റിലീജിയൻ. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ തമിഴിൽ പറയുമ്പോൾ നല്ലവണ്ണം ചേർച്ചയുണ്ട്. എന്താ വെച്ചാൽ കൃഷ്ണനെ നമ്മൾ കണ്ണൻ കണ്ണെന്ന് വിളിക്കുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ കുറച്ച് ലാളിച്ച് വിളിക്കുന്നത് കിച്ചൺ എന്നാണ്. ഞങ്ങൾ കിച്ചണാണ്. കൃഷ്ണൻ ഭഗവാൻ കിച്ചണിലാണ്. നമുക്ക് പണ്ട് കാലത്തൊക്കെ പൂജ ഒക്കെ കിച്ചണിലാണ് വെക്കുക, പാചകം ചെയ്യുന്ന സാധനം. അപ്പോ അറ്റ്ലീസ്റ്റ് പാചകം ചെയ്യുന്ന സാധനവും നമ്മൾ കുറച്ച് ജാഗ്രതയായിരിക്കും. ഭഗവാനെ കൊടുക്കണമെന്നൊരു ഭാവം ഉണ്ടാവും അല്ലെ? ഈ ഭാവമണ്ഡലത്തിൽ എല്ലാം കിടക്കണം. ഭാവനയ്ക്ക് അടുത്തപടിയാണ് ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവത്ത് എടുത്തൽ എന്ന് ഭഗവാൻ ഇനി പറയാൻ പോണു ഉപദേശസ്ഥാനത്ത്. അതിന് ഭാവബലം വേണമല്ലോ. ഭാവബലം ഇല്ലെങ്കിൽ ഭാവനാതീതമായി സദ്ഭാവത്തിലേക്ക് എങ്ങനെ പോവും? ഭാവബലമേ ഇല്ല. ആത്മാ ബ്രഹ്മം ഘടം പടന്ന് കുറെ സാധനം മനസ്സിലാക്കി വെച്ച് മണ്ടയില് ഇങ്ങനെ ട്രാഫിക് ജാം ആയിക്കൊണ്ടിരുന്നിട്ട് എന്തു കാര്യം? അപ്പൊ ഭാവബലം വരണം, ഭാവസംശുദ്ധി. ഭാവസംശുദ്ധി വരണമെങ്കിൽ എല്ലാ തലത്തിലേക്കും അധ്യാത്മജീവിതം കടന്നു ചെല്ലണം. ശ്രുതി പറയണത് കർമ്മേതി ഹസ്തയോഃ ഗതിരിതി പാദയോഃ വിമുക്തിരിതി പായൗ ഇതി മാനുഷീ സമാജ്ഞാ. ഉപനിഷത്ത് പറഞ്ഞു, കർമ്മം ചെയ്യുമ്പോ ഭഗവാൻ കയ്യിൽ വന്നിരിക്കണു, നടക്കുമ്പോ കാലില്, രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോ പായൂല് വന്നിരിക്കണു എന്നാണ് പറഞ്ഞത്. വിസർജനം ചെയ്യുമ്പോ ഈശ്വരൻ അവിടെ വന്ന് ഇരുന്നിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടറിയാലോ അല്ലേ? ഇത് പറയുമ്പോ തന്നെ ചിലർ ചിരിക്കും. എന്താന്ന് വെച്ചാൽ ഒരു ഭാഗം നമുക്ക് ഇവിടെ ശുദ്ധവും അവിടെ അശുദ്ധവുമാണ്. അവിടെ ഭഗവാൻ ഇരിക്കാൻ പാടുമോ എന്നാണ്. അവിടെ ഭഗവാൻ ഇരുന്നിട്ടില്ലെങ്കിൽ കാണാൻ കുഴപ്പം. ഹൃദി പ്രാണോഗുദേ പാന സമാനോനാഭിമണ്ഡലേ ഉദാന കണ്ഠദേശസ്ഥ യാന സർവശരീരഗ. അപാനന്റെ രൂപത്തിൽ ഭഗവാൻ നാരായണനോട് ഇരുന്ന് ജഠരാഗ്നി പാചകം ചെയ്ത് അവിടുന്ന് പുറത്തേക്ക് തള്ളണമല്ലോ. അവിടെ ഭഗവാൻ ഇരിക്കണം. ഫിസിക്കൽ സിസ്റ്റം, ഫിസിക്കൽ ലൈഫ്. അതുകൊണ്ടാണ് വേദം എന്ന് പറഞ്ഞാൽ ആയുർവേദം, ആയോധന വിദ്യ, കലകള്, മനസ്സിന്റെ, ശരീരത്തിന്റെ എല്ലാം വേദത്തിനുള്ളിൽ കടന്നു. യാഗയജ്ഞങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമുക്ക് ഇതിന്റെ ശാസ്ത്രം നഷ്ടപ്പെട്ടു പോയി. അതിലൊക്കെ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നമ്മളുടെ ഭൗതിക ജീവിതം, അധ്യാത്മ ജീവിതം എന്ന് രണ്ട് വാക്ക് നമ്മൾ എപ്പോ പഠിച്ചുവോ അപ്പോ വഴിതെറ്റി. രണ്ട് ജീവിതമേ ഇല്ല, ഒറ്റ ജീവിതമേ ഉള്ളൂ. ജീവിതം ആകെ മൊത്തം അധ്യാത്മമാണ്. അത് ഋഷികൾക്ക് അറിയാമായിരുന്നു. ഋഷികള് എല്ലാ മണ്ഡലങ്ങളിലേക്കും നിഷേകാദി ശ്മശാനാന്താഹ സംസ്കാരാഹ, ഗർഭാധാനം മുതൽക്ക് ശ്മശാനത്തിൽ ഈ ശരീരം കൊണ്ടുപോയി ദഹിപ്പിക്കുന്ന വരയ്ക്കും. അത് റിച്വൽ 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 നമ്മൾ പറയാണ്. അത് റിച്വലായിട്ട് പിന്നീട് മാറിയതാണ്. പക്ഷെ വാസ്തവത്തിൽ അത് സർവഭൗതിക മണ്ഡലങ്ങളിലേക്കും ഈ അധ്യാത്മത്തിനെ കൊണ്ടുവന്നതാണ്. കായികമായ മണ്ഡലത്തില് ജാഗ്രതയാണ്, ഭഗവതാരാധനാധർമ്മം, ക്ഷേത്ര സംരക്ഷണമാണ്. അതുകൊണ്ട് കായികം ജഗത്തിനെ മുഴുവൻ ഈശ്വര സ്വരൂപമായി കണ്ട് ആരാധിക്കുക എന്നുള്ള ഒരു മഹത്തരമായ ഒരു ധർമ്മം.
നീ ഇത് ധാരാളം പറയാൻ നമുക്ക് സമയമില്ല. വാചികം. വാചികം എന്താ? ജപം. കായികം പൂജ, വാചികം ജപം. ജപം 3 വിധത്തിലാണ്. അതാണ് ഭഗവാൻ പറയണത്. ഉത്തമസ്തവാദ് ഉച്ഛമന്ദത ചിത്തജം ജപ ധ്യാനമുത്തമം. ഉത്തമസ്തവാദ് ഉച്ഛ മന്ദത ചിത്തജം ജപ ധ്യാനം ഉത്തമം. ജപം എന്നുള്ളത് ഒരു സെപ്പറേറ്റ് ഒരു പ്രകരണമാണ്. ജപയോഗത്തിനെ കുറിച്ച് തന്നെ ഇവിടെ പുസ്തകം ഉണ്ടോന്ന് അറിയില്ല. ജപയോഗ സുധാനിധി എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. അതെടുത്ത് നോക്കുക വിസ്താരമായിട്ട്. അതിൽ പല കാര്യങ്ങളും ശ്ലോകരൂപത്തിലും ഇംഗ്ലീഷിൽ അർത്ഥത്തോടെ ഉണ്ട്. അത് അപ്പോ ജപം സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതമം, ഇങ്ങനെ 3 തലത്തിൽ ജപമുണ്ട്. വളരെ പ്രധാനമായ ഒരു അധ്യാത്മ സാധനയാണ് ജപം. അധികം സാധകന്മാരും ജപം ചെയ്യുന്നവരാണ്. ഏത് സമ്പ്രദായത്തിലും, ഹിന്ദു സമ്പ്രദായത്തിൽ മാത്രമല്ല, നമുക്കിവിടെ വൈഷ്ണവം, ശൈവം എല്ലാത്തിലും ജപമുണ്ട്. ഇപ്പൊ ക്രിസ്തു മതത്തിലും ജപമുണ്ട്, ഇസ്ലാം മതത്തിലും ജപമുണ്ട്, ബൗദ്ധമതത്തിലും ജപമുണ്ട്. നമുക്ക് ആശ്ചര്യം തോന്നുന്നു. ഈശ്വരനെ ആവശ്യമില്ലാത്ത ഒരു മതമാണത്. അവിടെ നിർവ്വാണം, നേരിട്ട് നിർവ്വാണം എന്ന് പറയുന്ന സ്ഥലത്ത് പോലും മണിപദ്മേഹും ജപിക്കും. അതിലും പത്മസംഭവൻ മുതലായ ദേവതകളെയൊക്കെ അവർ കൊണ്ടുവന്നു, ഒക്കെ വന്നുപോയി. അപ്പൊ ജപം എല്ലാം യൂണിവേഴ്സലാണത്. എന്ത് ജപിക്കണമെന്നുള്ളത് വ്യത്യാസമാവുന്നല്ലാതെ ലളിതമായി ഇപ്പോ എല്ലാവർക്കും വന്ന് വേദാന്തം, ശാസ്ത്രം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരു മുമുക്ഷുവായിട്ട് ഒരു ജീവൻ പരമാർത്ഥത്തിനെ ഇച്ഛിച്ചുകൊണ്ട് വരുമ്പോ ആ ജീവന് ഒരു യോഗ്യതയില്ലെങ്കിൽ രക്ഷപ്പെടാനൊരു വഴി വേണം. അതാണ് കരുണ എന്ന് പറയുന്നത്. നീ ഒന്നും വിഷമിക്കണ്ട കേട്ടോ, ഇതങ്ങോട്ട് ചൊല്ലിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കൊടുക്കുക. അത്രയും ലളിതമായിട്ടുള്ള വഴിയുണ്ട്. ഭഗവാൻ, രമണ ഭഗവാൻ തന്നെ പറഞ്ഞു, ഒരാളോട് പറഞ്ഞു, ഒരാൾ ചോദിച്ചു, എന്തോ ജപത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ അത് മതി, ധാരാളം മതി, ജപിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ അയാൾ എന്തോ സംശയം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ജപിച്ചാൽ നടക്കുവോ എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്നാ നീ ആത്മവിചാരം തന്നെ ചെയ്യണം. നീ ലളിതമായ ബുദ്ധിയുള്ള ആളാണെങ്കിൽ ഈ ചോദ്യമേ വരില്ല. നിനക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, നാമം ചൊല്ലുന്നു വന്ന് നീ ചൊല്ലിക്കോളൂ, രക്ഷപ്പെട്ടോളൂ. നിനക്ക് ഇപ്പോൾ ബുദ്ധിയിൽ തെളിച്ചം വന്നിട്ടില്ല, അതുകൊണ്ട് ശരി ഇനിയൊക്കെ അറിയൂ, വിചാരം ചെയ്തറിയൂ. വാൽമീകി രത്നാകരൻ കൊള്ളക്കാരന് ഒരു ഗതിയില്ലാതെ ഋഷിയുടെ കാലിൽ വീണപ്പോ പറഞ്ഞു, മ റ ര അമ്മ എന്ന് പറഞ്ഞ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈ രേവം ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ, എന്ന് വരണമല്ലോ. അതുകൊണ്ട് അതിന് പിന്നെ വെച്ചിട്ട് മ ര എന്ന് പറഞ്ഞു ജപിച്ചോളൂ. മഹാവാക്യാണത്. ആ 2 നാമത്തിലും ജീവബ്രഹ്മൈക്യ രൂപമായ തത്വത്തിനെ ഋഷികൾ സ്വാനുഭവത്തിലുള്ളത്. അവരുടെ അനുഭൂതിയെ പരാവാക്കിനെ 2 ശബ്ദത്തിൽ വെച്ചങ്ങോട്ട് കൊടുത്തു. മ എന്നുള്ളത് ശീതളമും ര എന്നുള്ളത് അഗ്നി ഉഷ്ണമാണ്. അത് 2 കൂടെ അങ്ങനെ ജപിച്ചോളൂ എന്ന് പറഞ്ഞു. ആ കാട്ടാളൻ ഉപദേശിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടല്ലോ, അതാണ് അതിന്റെ സീക്രട്ട്. ഉപദേശിച്ച ആളെ കണ്ടതുകൊണ്ട് ഉപദേശം മുഖ്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഉപദേശിക്കുന്ന ആളാണ് മുഖ്യം. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മവിത്തായിട്ടുള്ള ഗുരുവിനെ കണ്ടു. പിന്നെ ആ ഗുരു പറയുമ്പോ ഉള്ളിൽ മുഴുവൻ ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മമാണ്. അതുകൊണ്ട് ആ ആളുള്ളിലുണ്ട്. അതുകൊണ്ട് ഈ ജപത്തിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആ തത്വമാണ്. ഏത് തത്വത്തിനെ ആ ഗുരുവിൽ കണ്ടുവോ ആ തത്വത്തിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് മരാ 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 ജപിച്ചു. അവസാനം ഒരു പുഴു പൂമ്പാറ്റയാവണ പോലെ, ഒരു പുഴു വണ്ടാവണ പോലെ, ഭ്രമരാവണ പോലെ ഭ്രമരക്കീട്ട ന്യായം. അവസാനം നോക്കുമ്പോ ഉറുമ്പ് പുറ്റ് ചുറ്റുണ്ടായി എന്നാണ് പറയുന്നത്. തപസ് വൽമീകജാത. ബ്രഹ്മഋഷിയായിട്ട് തീർന്നു, ജ്ഞാനിയായിട്ട് തീർന്നു. എന്ത് ചെയ്തു? മരാ മരാൻ ജപിച്ചു. അങ്ങനെയൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ വരില്ലപ്പ. അങ്ങനെയൊക്കെ വരുമോ എന്ന് ഒരാൾ ചോദിച്ചു, വരില്ല. പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? നീ കുറച്ചു കാലം ഹഠയോഗം പഠിക്കൂ, അത് കഴിഞ്ഞ്
പിന്നെ എന്ത് വേണം? അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് പ്രാണായാമമൊക്കെ ശീലിക്കുക, രാജയോഗം. അത് കഴിഞ്ഞിട്ട് വേദാന്തത്തിന് ഒരു 10 വർഷം അഭ്യാസം ചെയ്യൂ. അത് കഴിഞ്ഞ് മഹാവാക്യോപദേശം, സന്യാസം എടുത്ത് മഹാവാക്യ വിചാരം ചെയ്യൂ. മഹാവാക്യ വിചാരമൊക്കെ ചെയ്ത് അവസാനം തത്വം അറിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കും. അതാണ് സമ്പ്രദായം. അറിഞ്ഞ അവസാനം തൂഷ്ണീം ഭവേത് നിജസുഖാനുഭവോ നിരീഹ. ഇയാൾ ആദ്യമേ ഇരുന്നുവല്ലോ എങ്ങനെ? അത് അയാളിലല്ല വിശ്വാസം, ഈശ്വരനിലാണ് വിശ്വാസം. അപ്പം നിന്നുപോയി. നിനക്ക് നിന്നിൽ കുറെ വിശ്വാസം ഉണ്ട്, അതുകൊണ്ട് അത് തീരണ വരെ പണിയെടുക്കണം. ഈ അഭിമാനത്തിന്റെ പിടിപ്പ് പോണ വരയ്ക്കും പണിയെടുക്കുക. അത് കഴിയുമ്പോ ശ്രദ്ധാശക്തി ഉള്ളിൽ ഉണരും. ഒരു വാക്ക് കേട്ടാ അടങ്ങിക്കൊള്ളും. അത്ര എളുപ്പാ. ശാന്തമായിട്ട് ഇരിക്കൂ, ശാന്തമായിക്കോളും. അങ്ങനത്തെ ആളുകളുണ്ട് ചിലർക്ക് ആ വിശ്വാസം ശ്രദ്ധ വരുമ്പോ. നമ്മുടെ ആശ്രമത്തിൽ ഒരാൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. അയാൾക്ക് തല ഇങ്ങനെ ആടിക്കൊണ്ടേയിരുന്നു. അപ്പൊ അയാളുടെ അറിയണ ഒരാൾ വന്ന് പറഞ്ഞു, അതുപോലെ സ്വാമി അയാൾ തല ആടിക്കൊണ്ടേയിരിക്കണം, എന്ത് പറഞ്ഞാലും നിൽക്കണില്ല എന്ന്. അദ്ദേഹം വരട്ടെ, നോക്കാം, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. നല്ല ശ്രദ്ധയും വിശ്വാസ. അയാൾ വന്നു. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് നോക്കൂ ഇയാൾ ചോദിക്കായിരുന്നു. എനിക്കപ്പോ ഒന്നും തോന്നിയില്ല. അയാൾ വന്നിട്ട് പറഞ്ഞു, ഇത് എന്താ അറിയില്ല, ധ്യാനിക്കാൻ തുടങ്ങിയ തല ഇങ്ങനെ ആടിക്കൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു, ഇനിമേൽ ആട്ടരുത് കേട്ടോ. പിന്നെ നിന്നുപോയി. ടെക്നിക്കൊന്നും ഉപദേശിച്ചില്ല. ശ്രദ്ധ ഉള്ളപ്പോ ഒരു ഫിസിക്കലായിട്ട് ഒരു കുഴപ്പം ഒരു വർഷമായിട്ട് നടക്കുക അദ്ദേഹത്തിന്. അയാൾ പറഞ്ഞു, ഇനി ആട്ടരുത് കേട്ടോ എന്ന് പറഞ്ഞു, നിന്നുപോയി. നമുക്ക് എവിടെയെങ്കിലും ഒരു വിശ്വാസവും ശ്രദ്ധ ഉണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ കാര്യം നടക്കും. അല്ലല്ല, നമുക്ക് അങ്ങനെ വിശ്വാസം എന്നൊക്കെ പറയണത് അന്ധവിശ്വാസം. എല്ലാ വിശ്വാസവും അന്ധമാണ്. നേരിട്ട് കണ്ടാൽ പിന്നെ വിശ്വാസമാണോ? നേരിട്ട് കാണുമ്പോൾ വിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇന്റലിജൻസ് ഉണ്ട് അതിന് പുറകില്. അതായത് നമ്മൾ ഒരു ഡോക്ടറെ വിശ്വസിക്കില്ലേ? നിങ്ങൾ പറഞ്ഞപ്പോൾ ശരിയാണെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കും. ഈ പാരസെറ്റമോൾ കഴിച്ചാൽ മാറുമോ? ഞാൻ MBBS പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ അത് നോക്കുമോ? അല്ലേ? എല്ലാത്തിനും പുറകിലും ഒരു ഇന്റലിജൻസ് ഉണ്ട്. നമ്മൾ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അന്ധമൊന്നുമല്ല. അയാൾക്ക് നമ്മളെക്കാൾ ഈ കാര്യം അറിയാം എന്ന് തീരുമാനിച്ചാൽ ഉള്ളിൽ ഈ ശ്രദ്ധാശക്തി ഉണരും. ശ്രദ്ധാശക്തി ഉണർന്നു കഴിയുമ്പോ നമുക്ക് തന്നെയാണ് ഹിതം. നമ്മളെ ആരെങ്കിലും പറ്റിക്കില്ല. അതൊക്കെ നിങ്ങൾ പറ്റിക്കപ്പെടാൻ യോഗമുള്ളവരാണെങ്കിൽ നിങ്ങളെ സകലരും പറ്റിക്കും. ചിലർക്ക് തലയിലെഴുത്താണ്, ദേ ഡിസർവ് ഇട്ട്. പറ്റിക്കണോ? പറ്റി എന്താ പോയി നിന്നു കൊടുക്കണേ പറ്റിക്കാനേ? അതൊരു പ്രാരബ്ധ. ചിലർ ചോദിക്കിച്ച് ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പെട്ടു, അയാൾ ഇവരെ പറ്റിച്ചു എന്നൊക്കെ ആളുകൾ അധ്യാത്മ ലോകത്തിൽ ധാരാളം കഥയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അത് നിങ്ങളുടെ പ്രാരബ്ധമാണ്, അതൊരു കർമ്മമാണ്. അതും ആരെയും കുറ്റം, ആ ഗുരുവിനെ പോലും കുറ്റം പറയണ്ട. സമയമാകുമ്പോൾ നിങ്ങൾക്ക് വിവേകം ഇവിടുന്ന് ഉദിച്ചു, ഇത് ശരിയല്ല എന്ന്. അപ്പൊ ആ പ്രാരബ്ധം കഴിഞ്ഞു. അതുവരയ്ക്കും ആ പ്രാരബ്ധം അനുഭവിക്കാനുള്ള തലയിലെഴുത്തുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ ആ പ്രാരബ്ധം കഴിയും. അവസാനം മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനം അറ്റീടുമെന്നവനു നാരായണായ നമ. മുക്തിക്ക് സമയമാവുമ്പോ എവിടുന്നെങ്കിലും നമുക്ക് നല്ല വഴി കിട്ടും. നമ്മള് ഈ ഒരു ഗുരുവിന്റെ അടുത്ത് ഉപദേശം കിട്ടുന്നതിന് നമ്മൾ ഗുരുവിന് അടിമയൊന്നും ആവില്ല. ജ്ഞാനികൾ ആരെയും അടിമയാക്കില്ല. അവര് സ്വതന്ത്രമായിട്ടിരിക്കും. മറ്റുള്ളവരെയും തന്റെ പുറകെ നടത്തിക്കാനൊന്നും അവർക്ക് ആവശ്യമില്ല. ഭഗവാൻ രമണ മഹർഷിയെ കുറിച്ച് സ്വാമി രാജേശ്വരാനന്ദ ഒരു ലൈൻ എഴുതി, ഹി ലിവ്ഡ് freely and allowed others to live free. താൻ പറഞ്ഞു കൊടുത്തു, വേണമെങ്കിൽ താൻ ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. ഈ സത്യത്തിന് നിങ്ങളെ വിമുക്തമാക്കാൻ കഴിയും, വേണമെങ്കിൽ സ്വീകരിച്ചോളൂ. അങ്ങനെ ആ സത്യത്തിനെ ഉപദേശിക്കുമ്പോൾ ലളിതമായ ഈശ്വരന് ചിലതൊക്കെ വച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ലോകത്തില്. ഈ മന്ത്രത്തിന് എന്താ ഇഫക്റ്റ് എന്ന് ചോദിക്കുക. അതാണ് പലർക്കും കുഴപ്പം. വെറുതെ രാമ രാമ. ഒരാൾ എന്നോട് ചോദിച്ചു, രാമ രാമ എന്ന് പറഞ്ഞാൽ വെറും ആൽഫബറ്റ് അല്ലേ? RAMA. ഈ സൂക്കേട് മാറില്ല. സൂക്കേട് മാറുമോ? അല്ല. എന്താന്ന് വെച്ചാൽ ചിലതിനൊന്നും യുക്തിയില്ല. കുറുന്തോട്ടി കഴിക്ക് വാദത്തിനും എന്താ സംബന്ധം? ഞാൻ കുറുന്തോട്ടി എടുത്തിട്ട്
അതിൽ വല്ലതും എന്താ മരുന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ആ ചെടി തീരുമാനിച്ചു ഞാൻ ഈ വ്യാധിക്ക് മരുന്ന്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ യുക്തിയൊന്നും അതിലില്ല. ചിലത് ഈശ്വര നിയതി, നിപാതമാണത്. അതുപോലെ ഈ ചില നാമങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചില ഋഷികൾക്ക് ദർശനം ഉണ്ടായി, അവർക്ക് ഇതുകൊണ്ട് ഫലിക്കുമെന്ന് നിശ്ചയിച്ചു. അന്നു മുതൽക്ക് ആ രൂപത്തിലുള്ള മന്ത്രത്തിന്റെ സംയോഗത്തില് അപൂർവമെന്ന് പറയുന്ന പരാവാക്ക് ഇരുന്നു. അത്രേ പറയാൻ പറ്റുള്ളൂ. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മരുന്നായിട്ട് ഫലിക്കും, നിങ്ങൾ ജപിക്കും. ആ ജപം എങ്ങനെ ചെയ്യാം, ജപത്തിന്റെ വിഷയം നമ്മൾ നാളെ നോക്കാം. അതൊരു പ്രത്യേക മുഖ്യമായ സാധനാ വിഷയമായതുകൊണ്ട് അത് നമ്മൾ നാളത്തെ പ്രഭാഷണത്തില് കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചലാം, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചലം.